نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين صدق الله مولانا العلي العظيم أتى رمضان مزرعة العباد لتطهير القلوب من الفساد أتى رمضان مزرعة العباد لتطهير القلوب من الفساد فأد حقوقه قولا وفعلا وزادك فاتخذه إلى المعاد إلهي صل سلم للحبيب شفيع الخلق والآل إلهي അത്യാദരണീയരായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ മഹത്തായ ഈ പഠന സദസ്സ് ഉദ്ഘാടനം ചെയ്ത ചുള്ളിക്കോട് ഉസ്താദ്, ആദരണീയരായ കോയ ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു ഉസ്താദുമാർ, സദസ്സിൽ സന്നിഹിതരായ സ്നേഹബഹുമാനമുള്ള ഉമ്മപെങ്ങന്മാർ, കാരണവന്മാർ, മുതഅല്ലിമുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തപ്പെട്ടവരിൽ നമ്മെ, മാതാപിതാക്കളെ, ഉസ്താദുമാരെ, ബന്ധുമിത്രങ്ങളെ, ദുആ കൊണ്ടേൽപ്പിച്ചവരെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്നൊക്കെ മരിച്ചു പിരിഞ്ഞു പോയ എല്ലാവരോടും സർവശക്തനായ അല്ലാഹു പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇനി വളരെ കുറഞ്ഞ സമയമാണുള്ളത്. ഇൻഷാ അല്ലാഹ് വ്രതം എന്ത്, എങ്ങനെ എന്നതാണ് നിശ്ചിത വിഷയം. അതിന് നാളെയും കൂടി ഉള്ളതുകൊണ്ട് ചുള്ളിക്കോട് ഉസ്താദിന്റെ പ്രസംഗം അല്പവും കൂടി നീളുകയാണെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടുമായിരുന്നല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ്
10 മണി എന്നത് നാളെ ആ 10 മണിക്ക് തന്നെ തുടങ്ങണം എന്ന് നമ്മൾ വിചാരിക്കുകയും ഒരു 10:15 ആരംഭിച്ച് ഒരു 12:15 പിരിയുകയുമാണെങ്കിൽ 2 മണിക്കൂർ സമയം ഒരുപാട് സഹോദരിമാർ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും നമുക്ക് പറയാൻ ശ്രമിക്കാം. ഇന്നിപ്പോ ഒരു തുടക്കം മാത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വഅള് പഠന ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ആണും പെണ്ണുമൊക്കെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു കലാപരിപാടിയല്ല എന്നാണ്. അങ്ങനെ ഒരു ആമുഖത്തിന്റെ ആവശ്യമുണ്ടെന്ന് ഈ അടുത്ത് ചില ആളുകളൊക്കെ തെളിയിച്ചതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതൊരു കലാപരിപാടിയല്ല. പ്രസംഗം ഒരു കലയാണ്, പക്ഷേ മതപ്രസംഗം ഒരു കലാപരിപാടിയല്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കണം. കുറഞ്ഞ സമയം കൊണ്ട് ഇഹലോകത്തിന്റെ വിചാരത്തിൽ നിന്ന് ശ്രോതാക്കളെ പരലോകത്തിന്റെ ഓർമ്മയിലേക്ക് നയിക്കുന്ന പരിപാടിയാണ് മതപ്രസംഗം. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് കൊഞ്ചാനോ കുഴയാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ഒരവസ്ഥയിലേക്ക് മാറിയാൽ ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം നേടാൻ പറ്റാതായിപ്പോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ആത്മീയ സദസ്സിലാണ് എന്ന വിചാരത്തോടുകൂടി എല്ലാവരും ഇരുന്ന് വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കണം. മുമ്പ് കാലത്തൊക്കെയുള്ള ആളുകൾ ആരോടാണോ വഅള് പറയുന്നത് ആ വഅള് പറയുന്ന പാർട്ടിയുടെ മുഖത്ത് നോക്കി അയാൾക്ക് എന്താണോ വേണ്ടത് അതങ്ങ് പറയുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബൂ സഈദുൽ ഖറാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മസ്ജിദുൽ ഹറാമിൽ ചെന്ന് പ്രവേശിച്ചു. അപ്പൊ നോക്കുമ്പോണ്ട് വാതിൽക്ക് തന്നെ ഒരു ഫക്കീർ നിൽക്കുന്നു. കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരു ആള്. അയാൾ പിരിവിന് നിൽക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടതേ എന്റെ മനസ്സിൽ തോന്നി, ഈ തരം ആളുകളൊക്കെ ഈ സമുദായത്തിനൊരു ഭാരമാണ് എന്ന് തോന്നിപ്പോയി. ഇപ്പൊ റമളാൻ മാസാണ്. വ്രതം എങ്ങനെ എന്ന് ചർച്ച ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അതങ്ങനെ ഒരു 10-100 ദിവസത്തെ വാദമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടന്നു വരും. പിന്നെ കുറേ സഹോദരിമാര് വേദ കേൾക്കുന്നത് കൊണ്ട് നേരിട്ടുള്ളൊരു വിഷയാവതരണം ചിലപ്പോൾ താങ്ങാതെയും വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ഏത് പറയുകയാണെങ്കിലും അതിന്റെ അനുബന്ധങ്ങളും അതുമായി ബന്ധപ്പെടുത്തി കൂട്ടിച്ചേർക്കുന്നത് ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിൽ പ്രസ്താവിക്കലുണ്ടാവും, കൂട്ടിച്ചേർക്കലുണ്ടാവും, ചൂണ്ടിക്കാണിക്കലുണ്ടാവും, വ്യക്തമാക്കലുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ തോന്നിപ്പോയി ഇയാള് ഈ പിരിവ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ, എന്താ ഇത്തരം അയാൾക്ക് എന്താ വല്ല മീൻ കച്ചവടത്തിന് എന്തെങ്കിലും പോയിക്കൂടെ, എന്തിനാണ് ഇങ്ങനെ ഈ സമുദായത്തിനൊരു ഭാരമായി എന്ന് തോന്നി. സുബ്ഹാന ജല്ല ജലാലുഹു. ഇത് മനസ്സിൽ തോന്നേണ്ട താമസം ആ മുണ്ടും പിടിച്ച് പിരിക്കാൻ നിൽക്കുന്ന ആള് എന്റെ മുഖത്ത് നോക്കി, എന്നിട്ട് പരിശുദ്ധമായ ഖുർആനിൽ നിന്നൊരായത്തോതുന്നു. അൽ ബഖറ സൂറത്തിന്റെ 235-ാമത്തെ ആയത്താണ് ഓതുന്നത്. വഅലമൂ
അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂ. നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, നിശ്ചയം അല്ലാഹു നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഈ തോന്നലുകളൊക്കെ അറിയുന്നവനാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം, സൂക്ഷിച്ചുകൊള്ളണം. അപ്പൊ അദ്ദേഹത്തിന് ആവശ്യമുള്ള വയല് അതാണ്. ആരെയും നമ്മൾ നിസ്സാരപ്പെടുത്താൻ പാടില്ല, ആരെപ്പറ്റിയും മോശമായ വിചാരം വെച്ച് പുലർത്തരുത്. എന്തിനാണ് നോമ്പ്? ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി, അത് ആത്മസംസ്കരണത്തിനാണ്. അതുകൊണ്ട് മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട കറയില്ലാത്ത നിഷ്കപടമായ ഹൃദയവുമായി വന്നവന് മാത്രമേ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. നമ്മളുടെ കാഴ്ചയിൽ കേവലം ഒരു പിരിവ് നടത്തുന്ന യാചകനാണ്. പക്ഷേ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പോലും കഴിയുന്ന അല്ലാഹുവിങ്കൽ വലിയ സ്ഥാനമുള്ള വ്യക്തിത്വമാണ്. ഇത് കേട്ടപ്പോ ഞാനൊന്ന് ഞെട്ടി. അബൂ സയ്യിദ് തങ്ങൾ പറയാണ്, പടച്ചോൻ എന്റെ മനസ്സിൽ തോന്നിയത് അപ്പോഴേക്ക് അദ്ദേഹത്തിന് മനസ്സിലായല്ലോ. ഞാൻ ഉടനെ തന്നെ ഇസ്തഗ്ഫർതു ഫീ സിർരി, രഹസ്യമായിട്ട് ഞാൻ പാശ്ചാത്തപിച്ചു. പടച്ചോനെ, ഇനി ഞാൻ ആരെയും മികഴ്ത്താൻ പോകൂല, ഞാൻ ആരെയും ഇനി കുറവാക്കുകയില്ല, നിസ്സാരപ്പെടുത്തുകയില്ല. ഇദ്ദേഹത്തെ പറ്റി അങ്ങനെ ഒരു തോന്നലെന്റെ മനസ്സിൽ വന്നു പോയത് നീ എനിക്കൊന്ന് മാപ്പ് തരണം. ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം അതാ എന്നോട് വേറെ ഒരായത്ത് ഓതുന്നു. അത് ശൂറ സൂറത്തിലെ 25-ാമത്തെ സൂക്തമാണ്. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫൂ അനിസ് സയ്യിആത്ത്. അബൂ സഈദേ, അല്ലാഹു ജനങ്ങളുടെ തൗബ സ്വീകരിക്കുന്നവനാണ്. അവൻ തെറ്റുകളൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്ന, മാപ്പ് കൊടുക്കുന്ന നാഥനാണ്. ഞാൻ തൗബ ചെയ്തു വന്നപ്പോൾ എന്നോട് പറയുന്നത് ഇതാണ്. ഇങ്ങനെ മനസ്സിലൂറുന്ന വികാരങ്ങളൊക്കെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ പറയാൻ കഴിയുന്നു? സുബ്ഹാനല്ലാഹ്. അങ്ങനെയായിരുന്നു പണ്ടത്തെ വയല്. അതാ പറഞ്ഞത്, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നോവർ. അങ്ങനെ ഓസുല്ലാമു വയല് പറഞ്ഞു. 10,000 ആ സദസ്സിൽ തടിച്ചുകൂടി. ആ സ്റ്റേജില് മഹാനവറുകളും ഇങ്ങനെയായിരുന്നു അത്രേ പറയാറുണ്ടായിരുന്നത്. സിയറു അലാമിൻ നുബല എന്ന ഗ്രന്ഥം, അതിന്റെ 12-ാമത്തെ വാള്യം 602-ാമത്തെ പേജില് ഹാഫിദു ദഹബി ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നത് കാണാം. അദ്ദേഹം ഒരു ചരിത്ര നിരൂപകനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പത്തനാശയക്കാർക്കും സമ്മതനാണ്. അദ്ദേഹമാണ് രേഖപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം 40 വഅദ് പറഞ്ഞോവർ, നന്നായി 90 കൊല്ലം ഇരുന്നോവർ. 40 അനുസ്യൂതം ഇടതടവില്ലാതെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ഫഖാമ ബിനസ്സിൽ കിതാബി വസ്സുന്നത്തി ഖതീബാ, പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും നിരത്തി വെച്ചുകൊണ്ട് വയല് പറഞ്ഞു. അങ്ങനെ വയല് നടക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ സമകാലികനായ ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ ഹാഫിൽ അബൂബക്കർ അൽ ഇമാദ് എന്നു പേരുള്ള വ്യക്തി. അദ്ദേഹത്തിന് ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടോ മറ്റോ കുറെ സംശയങ്ങളുണ്ടായി മനസ്സിൽ. വിശ്വാസപരമായ കുറെ ഡൗട്ടുകൾ വന്നു ചേർന്നു. അപ്പോഴാണ് ആ മഹാനായ പണ്ഡിതൻ ചിന്തിക്കുന്നത്, ഇവിടെ റസൂലുള്ളാഹിന്റെ വയല് നടക്കുന്നുണ്ട്. അദ്ദേഹമാണെങ്കിൽ
അദ്ദേഹം സദസ്സിലിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലുള്ളത് പറയൂന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ സദസ്സിലൊന്ന് പോയി നോക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഇദ്ദേഹം വന്നു. വരുമ്പോൾ ഗൗസുൽ ആദമിന്റെ പ്രൗഢമായ സദസ്സ് സജീവമാണ്. മഹാനവറുകള് ഈ വിശ്വാസപരമായ സംശയങ്ങളുമായി വരുന്ന വ്യക്തി മെയിൻ ഗേറ്റിലൂടെ കടക്കുമ്പോൾ തന്നെ സ്റ്റേജ് എന്ന് പറഞ്ഞു, നമ്മുടെ വിശ്വാസം അത് മുൻഗാമികളുടെ വിശ്വാസമാണ്, അത് പൂർവികരുടെ ആദർശമാണ്, പുതിയതൊന്നും അങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇത് കേട്ടപ്പോ ഇദ്ദേഹം ഒന്ന് ഞെട്ടി. അതെങ്ങനെ ഇപ്പോ എന്റെ മനസ്സിലിപ്പോ ഈ വിശ്വാസപരമായ പ്രശ്നങ്ങളാണ് ഉള്ളത്, ഇതെങ്ങനെ ഇപ്പൊ സ്റ്റേജിമെന്ന് പറയാൻ പറ്റിയത്? കാലഹു ഇത്തിഫാഖ, അത് ഓട്ടോമാറ്റിക് അങ്ങനെ സംഭവിച്ചതായിരിക്കും, അല്ലാതെ എന്നെ പറ്റിയൊന്നും പറഞ്ഞതാവൂല എന്ന് അദ്ദേഹം മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് കടന്നു വന്ന് സദസ്സിന്റെ ഒരു മൂലക്ക് പോയിരുന്നു. സദസ്സിന്റെ മൂലക്ക് ഇരുന്നപ്പോ സ്റ്റേജ് വന്ന് പിന്നെ നേരെ ആ മൂലക്ക നോക്കി. ആ മൂലക്ക് നോക്കിയിട്ട് ഇതേ ഡയലോഗാണ് ബഹുമാനപ്പെട്ടവര് പിന്നെയും നടത്തുന്നത്. നമ്മുടെ വിശ്വാസം അത് പൂർവികരുടെ വിശ്വാസമാണ്, സലഫുസ് സാലിഹികളുടെ ആദർശമാണ്, പുതിയത് പറ്റൂല. അതിൽ പിന്നെ ഇദ്ദേഹം പഠിച്ചോനെ ഇതെങ്ങനെ പറയണേ? ഞാനൊരു ബുക്ക് വായിച്ചപ്പോ, ഒരു ഖുർആൻ ക്ലാസ്സിന് പോയപ്പോ അങ്ങനെ മനസ്സിലുള്ളത് പറയാൻ പഠിച്ചോനെ കഴിയുള്ളൂ എന്നൊക്കെ മൗലവി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് പിന്നെ എങ്ങനെയാണ് പറയുന്നത്? വീണ്ടും അദ്ദേഹം മനസ്സിൽ അതിനെ സംബന്ധിച്ച് മറ്റൊരു വ്യാഖ്യാനം നൽകി. എന്തായിരുന്നു വ്യാഖ്യാനം? അൽ വാഇദു ഖദ് യൽതഫിത്, ഒരു പ്രസംഗകൻ ചിലപ്പോ തിരിമറിയൊക്കെ ചെയ്യും, അങ്ങനെ തിരിഞ്ഞപ്പോ എന്റെ നേരെ അങ്ങായി പോയതാവൂന്ന് അങ്ങനെ വ്യാഖ്യാനിച്ചു. ഇതൊക്കെ മനസ്സിൽ നടക്കുന്ന സംഗതികളാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അതും സ്റ്റേജ് നിന്ന് ഗൗസുൽ ആദമിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇയാളെ വിടാൻ പറ്റൂല, അയാളെ പേര് തന്നെ വിളിച്ചു. യാ അബൂബക്കർ, അബൂബക്കറെ നിന്നെ പറ്റി തന്നെയാണ് പറയുന്നത്, വേറെ ആരെ പറ്റിയല്ല എന്ന് പറഞ്ഞു. ഇത് മുഹയ്യിദ്ദീൻ ശൈഖിന്റെ വയലാണ് സഹോദരന്മാരെ. ഇനി അയാൾക്കത് മറ്റൊരു അബൂബക്കറാണെന്ന് വ്യാഖ്യാനിച്ചാലോ? വേറൊരു രഹസ്യവും കൂടി പറഞ്ഞു കൊടുത്തു. നിന്റെ പിതാവ് ഒളിച്ചു പോയിട്ട് കുറെ കാലങ്ങളായില്ലേ എടോ, അന്നേ എങ്കിൽ ആ മനുഷ്യനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇദ്ദേഹം തന്നെ പറയുകയാണ്, ഹാഫിദുൽ ദഹബി സിയറിൽ രേഖപ്പെടുത്തുകയാണ്, എന്റെ വാപ്പാന് കുഞ്ഞുനാളില് നഷ്ടപ്പെട്ടതാണ്. ആ മനുഷ്യൻ വന്നു എന്നറിഞ്ഞ ആവേശത്തിൽ ഖുംതു മുബാദിറ, സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഓടി ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ വീടിന്റെ മുറ്റത്തിന്റെ വാപ്പങ്ങനെ ഒരു ദിനേശ് പിടിയും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണ. അതിലിപ്പോ ആ ദിനേശ് പിടിയും വെച്ചിട്ട് എന്നുള്ള ഇന്റെ വകയാ. ബാക്കിയൊക്കെ ഇപ്പൊ ഈ കിതാബിലുണ്ട്. പിന്നെ ബീഡി വലിച്ചുകൊടുണ്ടാരും, വലിച്ചാലും നോമ്പ് പറഞ്ഞു പോകും. ഒരു ചങ്ങാതി മാത്രമേ പറഞ്ഞുള്ളൂ വീടി വലിച്ച നോമ്പ് അറിയില്ല, ചേകരനായൊരു മൗലവി. എനിക്ക് ഓർമ്മപ്പെട്ടത് JCB മൗലവി എന്നും പറയും. ഇയാൾ പറഞ്ഞു വീടി വലിച്ച നോമ്പ് അറിയില്ല. എന്താ മൗലവി എന്ന് ചോദിച്ചപ്പോ അതിന് അദ്ദേഹം പറഞ്ഞത്, ഈ പുകയങ്ങ് അകത്തേക്ക് ചെന്ന് പുറത്തേക്ക് ചാടാൻ നോമ്പെന്ന് പറഞ്ഞാൽ എന്താ പെരിച്ചായിയാണോ എന്ന് ചോദിച്ചു. അയാളുടെ ഒരായത്താണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, ഇതാണ് അയാളുടെ സംഘടന. മാതൃഭൂമിക്കാരാണല്ലോ ഒരു കൊണ്ടെടുക്കല്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സഹോദരിമാര്, ചിന്തിക്കണം. ഇപ്പൊ ഉണ്ടാവും ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിലാക്കണ സ്ഥലം ഉണ്ടാവും, അവിടെ ഒന്നും പോയി പെട്ടുപോകരുത്. ഖുർആന് സുന്നത്ത് എന്നല്ലേ പറയുന്നത് എന്നോർത്തിട്ട് സുബ്ഹാന ജല്ല ജലാലു. ഇയാളെ ഇരട്ടി മധുരം എന്ന് പറയുന്ന മാതിരി, ഇരട്ടി മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും എന്ന് വിചാരിക്കും നമ്മളൊക്കെ. പക്ഷെ വാങ്ങി കടിച്ചു നോക്കിയാൽ പകുതി മധുരം പോലും ഉണ്ടാവില്ല. ഇതുപോലത്തെ ചില സാധനങ്ങൾ ഉണ്ടാകും, അതൊക്കെ സൂക്ഷിക്കണം. പേര് കേട്ട അപ്പടി ഖുർആന് സുന്നത്തോ എന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഗൗസുൽ ആദം എങ്ങനെ വയത് പറഞ്ഞു? മുഖത്ത് നോക്കി എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് പറഞ്ഞു കൊടുത്തു. കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ നോക്കി പറഞ്ഞോവാർ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇങ്ങനെ വയത് പറയാൻ അതേ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പേരുള്ള എനിക്ക് സാധ്യമല്ല. പിന്നെ എന്തേ പറ്റുകയുള്ളൂ? വിഷയവുമായി ബന്ധപ്പെട്ട്
പറഞ്ഞാൽ സാധുജനങ്ങൾക്ക് ഉപകാരം കിട്ടുമെന്ന് അഭിപ്രായമുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങ് പറയാനേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാന്യ സഹോദരിമാരെ, കയ്യിൽ കിട്ടുന്ന ഏത് ലഘുലേഖയും വായിച്ചു കളയാമെന്ന് കരുതരുത്. വെറുതെ ആരെങ്കിലും കൊണ്ടുവന്നു തരുന്ന ഏത് സീഡിയും ഒന്ന് കേട്ടു നോക്കട്ടെ എന്ന് വിചാരിക്കരുത്. എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ നിങ്ങളെ മനസ്സിൽ കടന്നുപോയാൽ സദസ്സിൽ വന്നിരിക്കുമ്പോ സാധുക്കളായ ഇന്നത്തെ എന്നെ പോലെയുള്ള പ്രസംഗകന്മാർക്കത് തിരുത്തിത്തരാൻ കഴിയുകയില്ല. വിശ്വാസപരമായ വൈകല്യങ്ങളും പേറി മരിച്ചുപോയാലോ ജീവിച്ചതൊക്കെയും നഷ്ടമായി പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നമുക്കൊരല്പസമയമൊന്ന് വിഷയം തൊട്ടു നോക്കാം. അപ്പോഴേക്ക് നമ്മുടെ സമയം കഴിയുന്നത് കൊണ്ട് നിർത്തിയിട്ട് ബാക്കി നാളെയാകാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. വ്രതം എന്ന് പറയും, നോമ്പ് എന്ന് പറയും. ഇതില് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തതായ വ്രതം, അത് റമളാൻ മാസത്തിലാണ് വേണ്ടത്. അതെന്തുകൊണ്ട്? അതിന് റമളാൻ മാസം തന്നെയാണ് ഏറ്റവും പറ്റിയത്. കാരണമെന്ത്? ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി റമളാൻ മാസത്തിലാണ് നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. റമളാൻ മാസത്തിലാണ് ഞാനിപ്പോൾ, അല്ലെങ്കിൽ റമളാൻ മാസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്ന് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്? അവിടെ മുതൽ പറഞ്ഞെങ്കിലേ ഈ വിഷയം പൂർത്തിയാവുള്ളൂ. അത് ഞാൻ വളരെ ചുരുക്കി ഒന്ന് സ്പർശിക്കുന്നു. ശ്രദ്ധിച്ച് പഠിക്കണം എന്നുദ്ദേശമുള്ള എല്ലാവരും ആലോചിക്കുക. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ച റമളാൻ മാസം, ആ മാസത്തിന് സാക്ഷിയാകുന്നവര് മാസം കണ്ടാൽ നോമ്പ് നോൽക്കണം. ഖുർആൻ തന്നെ മാസം കണ്ടിട്ടാണ് നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന് നമുക്ക് ഈ ആയത്തിലൂടെ വ്യക്തമായി സൂചന നൽകുന്നുണ്ട്. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ആരെങ്കിലും മാസത്തിന് സാക്ഷിയായാൽ, ലിസാനുൽ അറബ് പോലെയുള്ള സുപ്രസിദ്ധ അറബ് ഭാഷാശാസ്ത്ര നിഘണ്ടുവിലൊക്കെ രേഖപ്പെടുത്തുന്നത് കാണാം. റഅയ്തുൽ ഹിലാൽ, ഞാൻ ചന്ദ്രനെ ദർശിച്ചു എന്ന സ്ഥാനത്ത് അറബികൾ റഅയ്തു ശഹ്റ, നമ്മൾ മലയാളക്കാർ പറയുന്നത് പോലെ മാസം കണ്ടു എന്ന് പറയാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ എന്ന ഖുർആനിന്റെ ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ നോമ്പും പെരുന്നാളും ഒക്കെ മാസം കണ്ടിട്ടാണ് തീരുമാനിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അത് അള്ളാഹുവിന്റെ ഹബീബ് വിശദീകരിച്ചു. ഫഇൻ ഗുമ്മ അലൈക്കും സൂമൂ ലിറുയതിഹി, മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം. വഅഫ്തിറൂ ലിറുയതിഹി, മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പെരുന്നാളാക്കുകയും വേണം. ഫഇൻ ഗുമ്മ അലൈക്കും, ആകാശം മേഘാവൃതമായി പോയി, അങ്ങനെ നിങ്ങൾക്ക് ഈ ബാലചന്ദ്രനെ കാണാൻ കഴിയാതെ വന്നാലോ, എങ്കിൽ പിന്നെ അക്മിലൂ ഇദ്ദത ശഅബാന 30, ശഅബാൻ 30 ഉണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് അപ്രകാരം പ്രവർത്തിച്ചോളണം. അപ്പോ ഒന്ന് അടിസ്ഥാനപരമായിട്ടൊരു വിഷയം നമ്മൾ ആണും പെണ്ണും ഒക്കെ പഠിച്ചു വെക്കേണ്ടത്, നമ്മുടെ ഈ ഹിജറ കലണ്ടറിലെ, നമുക്ക് വേഗം തിരിയുന്ന ഭാഷ പറഞ്ഞാൽ മതിയല്ലോ, നമ്മുടെ മാസം ഉണ്ടല്ലോ, അത് ഒന്നിരിക്കൽ 29 അല്ലെങ്കിൽ 30, 28 ആകലില്ല, 31 ആകലും ഇല്ല. അതുകൊണ്ടാണ് 29 മാസം കണ്ടാൽ അതിന്റെ അടുത്ത ദിവസം പെരുന്നാളാണ്, അല്ലെങ്കിൽ നോമ്പാണ്. ഇനി മാസം കണ്ടില്ലെങ്കിലോ 30 ഉണ്ടെന്ന് തീരുമാനിക്കുക.
30ന്റെ അന്ന് എനിക്ക് മാസം കണ്ടോളന്നില്ല, അതിന്റെ അപ്പുറത്തെ ദിവസം നോമ്പോ പെരുന്നാളോ ആണ്. ഇതാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഫഅക്മിലു ഇദ്ദത ശഅബാന 30. അവിടെ ശരിക്ക് ശ്രദ്ധിക്കണം. നബിത്തങ്ങൾ പറഞ്ഞെന്താ അറിയോ? ഫൈൻ ഗുമ്മ അലൈക്കും, ആകാശം മേഘാവൃതമായി പോയി. അപ്പൊ അവിടെ അമ്പിളി അമ്പരത്തിലുണ്ടോ ഇല്ലേ, ഇത് വിഷയമേ അല്ല. മാസം ഉദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതല്ല പ്രശ്നം. പിന്നെയോ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ തിരിഞ്ഞു ഇത് കണക്കൂട്ടേണ്ട കാര്യമൊന്നുമല്ല. മാസം ഉദിച്ചിട്ടുണ്ടോ അല്ലേ, ഇത് ഉദിക്കട്ടെ ഉദിക്കാതിരിക്കട്ടെ, ഫൈൻ ഗുമ്മ അലൈക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സ്ഥിരീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥിരീകരിച്ചതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അബൂദാവൂദ്, നസായി, തുർമുദി, ഇബ്നു മാജ ഒക്കെ ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, ജാ അറാബിയ്യുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരാൾ വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, ഇന്നി റഅയ്തുൽ ഹിലാൽ, നബി ഞാൻ മാസം കണ്ടിട്ട് വരികയാണ് എന്ന്. അപ്പോ ഖാളി എന്ത് ചെയ്യണം? ഈ മാസം കണ്ടു എന്ന് പറഞ്ഞ ആളെ വിസ്തരിക്കേണ്ടതിന്, ചോദ്യം ചെയ്യേണ്ടതിന് അതൊക്കെ നബി തങ്ങൾ നടത്തി. ഒരു ചോദ്യമാണ്, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചോദിച്ച അയാളോട്. അദ്ദേഹം പറഞ്ഞു നഅം. രണ്ടാമത് ചോദിച്ചു, തശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിനും അദ്ദേഹം ഓക്കെ അടിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് മാസപ്പിറവി അതാ അവിടെ സ്ഥിരീകരിക്കുന്നു. മാസപ്പിറവി എങ്ങനെയാ സ്ഥിരീകരിച്ചത്? യാ ബിലാൽ അദ്ദിൻ ഫിന്നാസി അൻ തസൂമൂ ഗദാ, നിങ്ങൾ അനൗൺസ്മെന്റ് നടത്തണം, നാളെ നോമ്പാണ്, മാസം കണ്ടത് ഇവിടെ കാലി ഉറപ്പിച്ചിരിക്കുന്നു, ഒന്ന് വിളിച്ചു പറയൂ ബിലാലേ. വ്രതം എങ്ങനെ എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വരുന്നത്. അതിന്റെ തുടക്കം ഇങ്ങനെ, ഒന്നിരിക്കല് മാസം കാണണം, അത് കാലി ഉറപ്പിക്കണം. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. മാസം കണ്ടു എന്ന് പറഞ്ഞ ആളെ വിസ്തരിക്കണ്, അതിന്റെ ആവശ്യം ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് റമദാനിന്റെ ആവേശവും കൂടി ആവാഹിച്ചെടുക്കാൻ പറ്റുന്ന ചെറിയൊരു ചരിത്രം പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. റമദാനിന്റെ മാസപ്പിറവി കാണാൻ വേണ്ടി ഒരു വർഷം ശഅബാൻ 29 ചെറുപ്പക്കാർ ഇറങ്ങി. ഈ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു 100 കൊല്ലം മുമ്പോ അല്ല. സുഹാബി നേതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, മുത്തുനബിയുടെ നേരിട്ടുള്ള ശിഷ്യന്മാര് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആളുകൾ മാസപ്പിറവി കാണാൻ പോകുന്നു. അപ്പൊ അത് പണ്ടേ അങ്ങനെയാണ്. ആ മാസപ്പിറവി കാണാൻ ഇറങ്ങിയവരുടെ കൂട്ടത്തിലുണ്ട് ഒരു പ്രഗത്ഭനായ സ്വഹാബി. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാം, നിങ്ങൾ സിന്ദാബാദ് വിളിക്കണം. സയ്യിദുനാ അനസ് ഇബ്നു മാലിക്കുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഇതെന്താ പേരെടുത്ത് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, വകാന യൗമൈദിൻ ശൈഖൻ കബീറ, അന്ന് അദ്ദേഹം ഒരു വന്യ വയോധികനാണ്. എത്ര പ്രായം ഉണ്ടാവും എന്നറിയുമോ? ഖദ് ഖാറബൽ 100 വയസ്സെങ്കിലും പ്രായമുണ്ട്. ഈ ചരിത്രം റമദാനിന്റെ തുടക്കത്തിലുള്ള ഈ പ്രഭാഷണത്തിൽ റമദാനിന്റെ സർവ്വ ആവേശവും നമുക്ക് പകർന്നു നൽകുകയാണ്. 100 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി ആവേശത്തോടുകൂടി ചെറുപ്പക്കാരോടൊപ്പം മാസപ്പിറവി കാണാൻ വരെ പോവുകയാണ്. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ അവസ്ഥ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, وعلى الذين يطيقونه فدية طعام مسكين. അല്ലാഹുവിന്റെ ഒരു ആനുകൂല്യമാണ്. നോമ്പ് നോറ്റാല് വല്ലാതെ വിഷമിച്ചു പോകുന്ന ആളുകള്, അത് പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം, അത്തരം ആളുകൾക്ക് തുടക്കത്തിൽ തന്നെ നോമ്പ് നിർബന്ധമാകുന്നില്ല. അവരുടെ ഹക്കിൽ നിർബന്ധമാകുന്നത് ഫിദിയയാണ്. ഫിദിയത്തുൻ തഅമു മിസ്കീൻ. അതുകൊണ്ട് ഇങ്ങനെ ഖുർആനിൽ നിയമമുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫിദിയയിലേക്ക് പോകലായിരിക്കും മിക്കവാറും. വഅൻ തസൂമൂ ഖൈറുൽ ലക്കും, അതിന്റെ അപ്പുറത്തുള്ളതിലേക്ക് നമ്മൾ ചിന്തിക്കാറില്ല. ഏതായാലും ഇതിന്റെ കുറെ കർമ്മശാസ്ത്ര വിധികളും നന്നായി പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്.
ഓ സഹോദരിമാരെ, നമ്മുടെ വീട്ടിലുണ്ട് നോമ്പ് പിടിക്കാൻ ശാരീരികമായി നിവൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരു ഉമ്മയുണ്ട്, ഒരു ഉപ്പയുണ്ട് എങ്കിൽ ഒരു ദിവസത്തിന് ഒരു മുദ്ദ് വീതം കൊടുക്കലാണ് അവർക്ക് നിർബന്ധം. മുദ്ദ് കൊടുക്കുന്ന മസ്അലകളൊക്കെ നന്നായി പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഖബറിൽ പോയി കിടക്കേണ്ടതുണ്ട്. സഹോദരിമാരെ ശ്രദ്ധിച്ചോളണം. ഒരു സഹോദരിക്ക് ഗർഭമാണ്. അവൾ ഗർഭസ്ഥ ശിശുവിനെന്തെങ്കിലും പറ്റിയെങ്കിലോ എന്നോർത്ത് അവൾ നോമ്പുപേക്ഷിക്കുകയാണ് എങ്കിൽ ആ നോമ്പ് അവൾക്ക് ഉപേക്ഷിക്കണം, അതിന് കുഴപ്പമില്ല. ആ നോമ്പ് ഖളാ വീട്ടുകയും വേണം, അതോടൊപ്പം അതിന് മുദ്ദ് കൊടുക്കുകയും ചെയ്യണം. കഴിഞ്ഞ റമളാൻ മാസത്തില് ഒരു സഹോദരിക്ക് സുബ്ഹാന ജല്ല ജലാലുഹു അവൾക്കൊരു 6-7 ദിവസം നോമ്പ് നോൽക്കാൻ പറ്റിയില്ല. അത് പരിശുദ്ധമായ ഇസ്ലാം അംഗീകരിച്ച ഒരു ഉദ്റാണ്, അവൾക്ക് മെൻസസ് ആയിരുന്നു എന്നത്. എന്നാൽ ആ കാരണം കൊണ്ട് ഖളാ ആയ നോമ്പ് ഈ വർഷത്തെ നോമ്പ് വരുന്നതിനിടയിൽ വളരെ വിശാലമായ സമയത്തിനുള്ളിൽ അവൾ നോറ്റ് വീട്ടിയാൽ മതി. കാരണം കൂടാതെ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ അതുടനെ ഖളാ വീട്ടേണ്ടതാണ്. ഏതായാലും കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട നോമ്പ് 6 ഒരു സഹോദരിക്കുണ്ടായിരുന്നു. അവളത് ഈ റമളാനായിട്ടും ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ ഇനി സുബ്ഹാനല്ലാഹ് അതിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? മുദ്ദ് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ അതെ അത് എല്ലാവരും നമ്മളൊരു ബക്കറ്റ് വരുന്നുണ്ട്, ആ ബക്കറ്റിൽ എന്തെങ്കിലും കാര്യമായിട്ട് നിക്ഷേപിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിയിട്ട്, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെ കുറെ മുദ്ദും ഫിദിയൊക്കെ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു നോമ്പ്, ഒരു 6-7 നോമ്പ് ഒരു സഹോദരിക്കുണ്ട്. അവരെന്ത് ചെയ്തിട്ടില്ല, ഈ റമളാനായിട്ടും അത് ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അത് കാരണത്തോടുകൂടി നഷ്ടപ്പെട്ടതാണല്ലോ. ശരി, അതിന് വിശാലമായ സമയം അല്ലാഹു അനുവദിച്ചിരുന്നു, ഈ റമളാൻ വരെ. ഈ റമളാനായിട്ട് ഖളാ വീട്ടിയിട്ടില്ല, കഴിഞ്ഞ നോമ്പ് പിന്നെ ഖളാ വീട്ടിയും വേണം, മുദ്ദ് കൊടുക്കുകയും വേണം. ഇങ്ങനെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതിന്റെ നിയമവിധികളെല്ലാം നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു മുദ്ദുണ്ടല്ലോ എന്ന നിലക്ക് ചില ആളുകളൊക്കെ അതാ ആരോഗ്യം അനുവദിക്കുമ്പോൾ തന്നെ കുറച്ച് ഗ്യാസിന്റെ ഗുളികയോ മറ്റോ വാങ്ങി അരയിൽ വെച്ചിട്ട് നോമ്പൊഴിവാക്കുന്ന അവസ്ഥ. എങ്കിലും നോക്കുക, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക്കുൽ അൻസാരി റളിയല്ലാഹു അൻഹു 100 വയസ്സുള്ളപ്പോഴും റമളാനിന്റെ ആവേശവുമായി ചെറുപ്പക്കാര് കുട്ടികളുടെ കൂടെ മാസപ്പിറവി കാണാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. പിന്നെ അവിടെ രസമുണ്ടായി. അതെന്താണ്? എല്ലാരും മാനത്ത് നോക്കണ്, റമളാനിന്റെ പൊന്നമ്പിളിയെ കാണാൻ വേണ്ടി നോക്കുകയാണ്. ആരും ഒന്നും കാണുന്നില്ല. അതിനിടയിൽ ഈ 100 വയസ്സുള്ള മഹാനുഭാവന് വിളിച്ചു പറയുകയാണ്, ലഖദ് റഅയ്തുൽ ഹിലാൽ, ലഖദ് റഅയ്തുൽ ഹിലാൽ. നോക്ക് മക്കളെ, ഞാൻ മാസം കണ്ട്. ഹാ ഹുവദാ, നേരെ നോക്കടാ, നേരെ നോക്ക്, ദേ മാസം കണ്ട്. ആരാ കാണുന്നത്? 100 വയസ്സുള്ള അനസ് റളിയല്ലാഹു അൻഹു. ഇപ്പുറത്ത് ചെറുപ്പക്കാരെ കുട്ടികളൊക്കെ ഉണ്ട്, ആരും കാണുന്നില്ല. അതിലെല്ലാവർക്കും വലിയ ആശ്ചര്യമായി. എവിടെയെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, നേരെ നോക്കടാ, ഞാൻ മാസം കണ്ട്. ഇതിലെന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട ഇയാസ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം വലിയ കുശാഗ്ര ബുദ്ധിയുടെ ആളാണ്, വലിയ ബുദ്ധിമാനാണ്. അദ്ദേഹം ഈ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് സംഭവം എന്തെന്നറിയോ? ഫൈദാ ശഅറത്തുൻ തവീലത്തുൻ ഫീ ഹാജിബിഹി. പ്രായമായി മുടിയുടെ കളറ് മാറി, കണ്ണ് കുഴിയിലേക്കാണ്ടിറങ്ങി, മുഖമൊക്കെ ചുക്കിച്ചുളിഞ്ഞ് ക്ഷീണിതനായ ആ വന്യവയോധികന്റെ പുരികത്തിൽ നിന്ന് ഒരു നീണ്ട മുടിയുണ്ട്, കണ്ണിന് നേരെ ഇങ്ങനെ വളഞ്ഞ് തൂങ്ങിക്കിടക്കണ്. ഇയാസിന് മനസ്സിലായി, ഇതന്നെ നീ കാണുന്ന മാസമെന്ന്.
ഉടനെ തന്നെ മഹാനവറുകൾ അതബോടെ ഗുരുത്വത്തോടെ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അതും നോട്ട് ചെയ്ത് വെച്ചോളി. ചെറുപ്പക്കാരി പെൺകുട്ടികളോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ വീട്ടിൽ വയസ്സായ ആളുകൾ ഉണ്ടായേക്കാം. അവരോട് പെരുമാറുമ്പോൾ, അവരുമായി ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണേ മക്കളെ. എപ്പോഴാണ് കണ്ണടച്ചു പോവാന്നറിയില്ല. ഒന്നിന് മാറിക്ക് കാക്ക, ചെറുപ്പക്കാരെ ചുറ്റിക്കാൻ എന്ന് പറഞ്ഞില്ല. വളരെ ഗുരുത്വത്തോടെ അതബോടെ ചോദിക്കുകയാണ്, നിങ്ങൾ മാസം കാണുന്നുണ്ടല്ലേ, ഞാൻ അങ്ങയുടെ മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചു തരാം. അങ്ങനെ തുടച്ചു തന്നാൽ നിങ്ങൾക്ക് ശരിക്ക് കാണാലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോനെ ഒന്ന് തുടച്ചു തന്ന തരക്കേടില്ല. ഇയാസ് റളിയല്ലാഹു അൻഹു ഒരു തൂവാല എടുത്തിട്ട് മഹാനുഭാവന്റെ മുഖമിങ്ങനെ തുടയ്ക്കുമ്പോ ഫമസഹഹാ വസവ്വാഹാ, ആ തുടക്കണ സമയത്ത് ആ മുടി അങ്ങ് എടുത്തളയും ചെയ്തു. ഈ മുടി എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ചോദിച്ചു, അതറൽ ഹിലാലൽ ആന യാ സാഹിബ റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുഹൃത്തായിട്ടുള്ളവരെ നിങ്ങൾ ഇപ്പോഴും മാസം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, മോനെ ഞാൻ ഇതുവരെ കണ്ടിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ മനസ്സിൽ സൂക്ഷിച്ച റമളാനിന്റെ ആവേശം എത്രയാണ്. അത് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നതോടൊപ്പം ഒരാൾ മാസം കണ്ടു എന്ന് പറഞ്ഞു വന്നാൽ കാളിമാര് വിസ്തരിക്കും, വിസ്താരമൊക്കെ പൂർത്തിയാക്കും. കാരണം ഇതുപോലെ വല്ല മുടിയാണോ കണ്ടു നോക്കണ്ടേ, ഇതൊക്കെ കാളിമാർക്കറിയാവും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ശൈഖുന മാസപ്പിറവി കാണാനിടയുള്ള ദിവസം ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ അതിനെന്തുകൊണ്ടും പറ്റിയ ബഹുമാന്യനായ തങ്ങൾ പാപ്പനെ ചുമതലപ്പെടുത്തിയിട്ട് പോയത്. മാസം കണ്ടു. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. പടച്ചവനെ, ഏതെല്ലാം പ്രവർത്തനങ്ങളാണ്. ഒരുപാട് ആയുർദൈർഘ്യവും ആവേശവും ഹിമ്മത്തും നീ നൽകണേ അല്ലാ. ഈ തിരക്കുകൾക്കിടയിൽ ബഹുമാനപ്പെട്ടവരുടെ ചുമതലയേറ്റ് മഹാനായ അലി ബാഫഖി തങ്ങൾ പ്രായാധിക്യത്തിന്റെ പ്രയാസം മറന്നിട്ട്, ക്ഷീണം മറന്നിട്ട് നമ്മളുടെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ നമുക്ക് ആവേശം പകരാൻ സദസ്സിൽ വന്നിരിക്കുകയാണ്. അള്ളാഹു അവിടുത്തേക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇതുപോലെ വിസ്താരവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കേരളീയ മുസ്ലിം സമൂഹത്തോട് അലി ബാഫഖി തങ്ങൾ പറഞ്ഞു, മാസം കണ്ടിട്ടുണ്ട്, നന്തസൂമോ ഗദാ, നാളെ നോമ്പാണ്. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം. ഇനി വേറെയും അതുമായി ബന്ധപ്പെട്ട വലിയ വിശാലമായ വലിയ ചർച്ചകളൊക്കെ നടത്തേണ്ടതുണ്ട്. ഇനിയിപ്പോ ഒരു 10-25 ദിവസം കഴിഞ്ഞാൽ ഇനിയിപ്പോ വീണ്ടും മാസപ്പിറവിയൊക്കെ വരും. ചിലപ്പോ ലോകത്തിന് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാസം കണ്ടിട്ടുണ്ടാവും, ഇവിടെ തങ്ങൾ ഉറപ്പിച്ചോളണമെന്നില്ല. എന്തേ? അല്ലെങ്കിൽ ഇമാം മുസ്ലിം റിവായത്തിന്റെ ഹദീസിൽ കാണാം, ഉമ്മുൽ ഫദ്ലി ബീവി റളിയല്ലാഹു അൻഹ ഖുറൈബ് റളിയല്ലാഹു അൻഹുവിനെ ഒരാവശ്യത്തിന് വേണ്ടി ഷാമിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ ചുരുക്കി പറയാൻ, മഹാനവറുകൾ ഷാമിൽ ചെന്നു. അങ്ങനെ ഈ ഫദ്ലി തങ്ങളുടെ ഉമ്മ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ കാര്യം അവിടെ ചെന്ന് അത് നിർവഹിച്ചു. അത് മുആവിയ റളിയല്ലാഹു അൻഹുമായി കണ്ടിട്ട് ഒരു പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാനാണ്. ഞാനവിടെ പോയി ഫഖളൈതു ഹാജതഹാ, ബീവി എന്നെ ഏൽപ്പിച്ച പണി ഞാൻ എടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴേക്ക് മാസം കണ്ട്. അതൊരു വെള്ളിയാഴ്ച രാവാണ്. ഞങ്ങളൊക്കെ മാസം കണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു മാസം ഉറപ്പിച്ചു, നോമ്പായി. അങ്ങനെ ഞങ്ങളൊക്കെ നോമ്പ് വെച്ചു. റമദാന്റെ ലാസ്റ്റ് ഞാൻ മദീനത്ത് വന്നു. മദീനത്ത് വന്നപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാസപ്പിറവി ചർച്ചയായി. എന്നോട് നിങ്ങളെന്താ മാസം കണ്ടത്? ഞങ്ങൾ അവിടെ വെള്ളിയാഴ്ച രാവാണ് കണ്ടത്. റായിത്ത, നിങ്ങൾ തന്നെ കണ്ടിരുന്നു എന്ന് വെച്ചു. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രല്ല, ജനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സാമന്നാസ് വസാമ മുആവിയ റളിയല്ലാഹു അൻഹു മാസം ഉറപ്പിച്ച് എല്ലാവരും നോമ്പ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇബ്നു അബ്ബാസ് നിങ്ങൾ പറയണേ, നിങ്ങൾ വെള്ളിയാഴ്ച രാവല്ലാണ്ട് ഞങ്ങൾ ഇവിടെ ശനിയാഴ്ച രാവാ കണ്ട്. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾക്ക് 29 ഞങ്ങൾക്ക് 28 ഞങ്ങളിപ്പോ എന്ത് ചെയ്യണമെന്നറിയോ? നാളെ മാസപ്പിറവി കണ്ടാല് മറ്റന്നാള് പെരുന്നാളാ, കണ്ടില്ലെങ്കിലോ ഞങ്ങൾ 30 തേക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് 31 ആവൂലേ?
അതൊന്നും ഇവിടെ വെച്ചാൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുആവിയെ ഉറപ്പിച്ചില്ലേ? മാസം കണ്ടിട്ട് ഉറപ്പിച്ചില്ലേ? അത് ഞങ്ങൾക്ക് പറ്റൂലേ എന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്ക് പറ്റൂലാറ്. അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, ഇതെന്തൊരു കഥയാണ്? അതൊരു പ്രശ്നമില്ല. ഹാക്കദാ അമറനാ റസൂലുള്ളാഹി, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനമാണ്. അപ്പൊ നബിത്തങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അതനുസരിച്ചാണ് ദീനു സഹോദരന്മാരെ. ചിലപ്പോ UAE-യിൽ പെരുന്നാള്, ഇവിടെ നോമ്പ്, അങ്ങനെയൊക്കെ വരും. അപ്പൊ അതിനൊക്കെ എത്രയാണ് ദൈർഘ്യമെന്നും അതെന്താണ് അതിന്റെ മാനദണ്ഡമെന്നും എത്ര ദൂരപരിധിയിൽ കാണണമെന്നും അതൊക്കെ ഖാദിമാർക്ക് അറിയാം. അവരതനുസരിച്ച് തീരുമാനിച്ചിട്ട് പ്രഖ്യാപിക്കലാണ്. ഇരിക്കട്ടെ, ഈ പ്രഖ്യാപനത്തോടെ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞു. റമളാനിൽ നിന്ന് ആദ്യം നമുക്ക് കിട്ടുന്നത് രാത്രിയാണ് എന്നുകൂടി നിങ്ങൾ ഇവിടെ പഠിച്ചിരിക്കണം. ഇസ്ലാമികമായി ഒരു ദിവസം തുടങ്ങുന്നത് സൂര്യൻ ഉദിക്കലോടുകൂടിയല്ല, അസ്തമിക്കലോടുകൂടിയാണ്. അപ്പൊ ആദ്യം നമുക്ക് പുണ്യമാസത്തിലെ അനർഘ നിമിഷങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുക പകലല്ല, രാത്രിയാണ്. ഇനി നോക്കൂ, റമളാനിന്റെ ആവേശം പകർന്ന് ഹബീബായ നേതാവ് നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിലും റമളാനിനെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യം രാത്രിയെ കുറിച്ചാ പറഞ്ഞത്. ഖദ് അളല്ലകും ശഹറുൻ അളീമുൻ മുബാറകുൻ ശഹറുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹരി. ഓ ജനങ്ങളെ, ഒരു മുബാറക്കായ, ഒരു മഹത്തായ, ഒരു വലിയ മാസം ഇതാ ആസന്നമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റമളാനിനെ കുറിച്ച് നബിത്തങ്ങൾ പ്രസംഗിച്ചു തുടങ്ങിയപ്പോ ആദ്യം പറഞ്ഞത് പകലിനെ കുറിച്ചല്ല. ആദ്യം പറയുന്നത് എന്താണ് റമളാൻ എന്നറിയുമോ? ഷഹ്റുൻ, അതൊരു മാസമാണ്. ഫീഹി, ആ മാസത്തിൽ ഉണ്ട്. ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹരി, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാത്രിയുണ്ട് മക്കളെ. ഖാല ശഫീഉനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആദ്യ റമളാനിൽ നിന്ന് നമുക്ക് കിട്ടിയതും ഇൻഷാ അല്ലാഹ്, അള്ളാഹു ദീർഘായുസ്സ് തരട്ടെ, ഇനി കിട്ടുന്നതും ഒക്കെ ആദ്യ രാത്രിയാണ്. അതുകൊണ്ട് നമുക്ക് രാത്രിയിൽ എന്തൊക്കെ ചെയ്യേണ്ടത്, എന്താണ് രാത്രി, എന്തിനാണത് എന്നൊക്കെ ഒന്ന് അല്പം ചിന്തിക്കാം. പകലിനെ കുറിച്ച് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, നമുക്ക് നാളെയും പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചോ സഹോദരന്മാരെ, ഏറ്റവും വലിയ കാര്യം ഇതാണ്. റമളാനിലെ ഒറ്റ ഒരു രാത്രി, ആ രാത്രി കൊണ്ട് 1000 മാസം ഇബാദത്തെടുത്തതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുകയാണ്. അങ്ങനെ നമുക്ക് കിട്ടിയാൽ, ഒരു ലൈലത്ത് ഖദ്ർ സ്വന്തമായാൽ, ആ ഒറ്റ രാത്രി കൊണ്ട് സുബ്ഹാന ജല്ല ജലാലുഹു ഏകദേശം 85 കൊല്ലം ഇബാദത്തെടുത്തതുപോലെയാകും. അതേ, ഒരു പുരുഷായുസ് നമുക്കിങ്ങ് സ്വന്തമാകും ഒറ്റ രാത്രി കൊണ്ട്. മുമ്പ് കാലത്തിവിടെ 2000 കൊല്ലം ജീവിച്ചവരുണ്ടായിരുന്നില്ലേ? 1000 കൊല്ലം ഇബാദത്തെടുക്കാനും ഭാഗ്യം കിട്ടിയവരില്ലേ? ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. അദ്ദേഹം പ്രബോധന ദൗത്യവുമായി സജീവമായത് തന്നെ 950 കൃത്യമായിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. രാവും പകലും ഒരുപോലെ ഇബാദത്തെടുത്തു മഹാനുഭാവൻ. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാറാ. പടച്ചവനെ, ഞാൻ രാത്രിയും പകലും ഒരുപോലെ പണിയെടുത്തു എന്ന് അള്ളാഹുവിനോട് ധൈര്യപൂർവം പറയുകയാണ്. വെറുതെയല്ല, രാത്രി സമയങ്ങളിൽ പോലും നൂഹ് നബി അലൈഹിസ്സലാം ഇങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു അത്രേ. അങ്ങനെ ഓരോ വീടുകളിൽ കയറി ചെല്ലും, എന്നിട്ട് വാതിലിന് മുട്ടും. രാത്രി സമയത്ത് നൂഹ് നബി ഒരു വീട്ടിൽ കയറി ചെന്ന് വാതിലിന് മുട്ടും. അപ്പൊ ആ വീട്ടുകാരൻ ചോദിക്കും, ആരാണ് വാതിലിന് മുട്ടണെന്ന് ചോദിക്കും. മന്നാലൽ ബാബ്. ആ സമയത്ത് നൂഹ് നബി പറയും, അന നൂഹ് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ, ഞാൻ ഈ നൂഹ് നബിയാണ്,
നിന്നെ അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ വന്നതാണ്. നോക്കണേ, രാപ്പകൽ ഒരുപോലെ പണിയെടുത്തു ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയ. 950 കൊല്ലം. എത്രയാണ് ആഖിറു സമാനിലെ എന്റെയും നിങ്ങളുടെയും ആയുർദൈർഘ്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പഠിച്ചു വെച്ചോളി സഹോദരന്മാരെ. നമുക്ക് ഏറി കിട്ടിയാലൊരു 100 അല്ലയോ? എല്ലാവർക്കും 100 അതിൽ കൂടുതലൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ പത്രത്തിൽ ചരമകോളങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ മിക്കവാറും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് 60, 65, 70, 72, ചിലപ്പോ ഒരു 80, ഒരു 90 കണ്ട അതിനിപ്പുറത്ത് 40, 35 വേറെ കാണാണ്. അതല്ലേ അവസ്ഥ? അത് തന്നെ നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ഞാൻ മരിച്ചു, അങ്ങനെ എന്റെ മരണവാർത്ത പത്രത്തിൽ വന്നു, പെരുമറ്റം PV മൊയ്തീൻകുട്ടി മുസ്ലിയാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിലുണ്ടാവും ബ്രാക്കറ്റിൽ 100. എന്നാൽ ഇപ്പൊ നിങ്ങളെന്താ മനസ്സിലാക്കണ്ടേ? ഞാൻ 100 കൊല്ലം വയലു പറഞ്ഞു എന്നാണോ? ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു നമുക്കതാ പഠിപ്പിച്ചു തരുന്നു. ഇദാ ആശൽ ഫതാ 60 അമാ. ഒരു മനുഷ്യൻ ഇവിടെ 60 ആണ്ട് ജീവിച്ചു എന്ന് വെക്ക. ഫനിസ്ഫുൽ ഉംരി തംഹഖുഹുൽ ലയാലി. ആ 60ന്റെ പകുതിയാകുന്ന 30 രാത്രിയായി തീർന്നുപോയതല്ലയോ? രാത്രി പൊതുവെ വിശ്രമിക്കലല്ലേ സഹോദരന്മാരെ? ഇനി അതേ രാത്രി എന്തെങ്കിലും കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പകലില്ലെന്നത് കൂട്ടിയെടുത്ത് നമ്മൾ ഖളാ വീട്ടുകയില്ലേ? അപ്പൊ 60 എന്ന് കണ്ടാല് ഉടനെ മനസ്സിലാക്കണം 30, 100 എന്ന് കണ്ടാല് 50 എന്നാണ് തിരിയേണ്ടത്. മഹാനവറുകൾ പിന്നെയും വിശദീകരിക്കണ്. വനിസ്ഫുൻ നിസ്ഫി യദ്ഹബു ലൈസ യദ്രി ലിഗഫലതിഹി യമീനൻ അൻ ശിമാലി. അയാളുടെ 60 30 ചുരുങ്ങിയത് നമ്മൾ കണ്ടു. ആ 30ന്റെ ഒരു പകുതി നമുക്കൊരു 15 കൊല്ലം കൂട്ടണം. കുട്ടിക്കാലമായി കഴിഞ്ഞുപോയതാണ്. അത് കാര്യബോധമില്ലാതെ തെക്കും വടക്കും നോക്കിയിട്ട് അതാ ആയുസ്സിൽ നിന്നൊരു 15 കുട്ടിക്കാലവും ഒന്ന് കൂട്ടിക്കിഴിക്കേണ്ടതില്ലേ? പിന്നെയും അലിയാര് തങ്ങൾ ചോദിക്കുന്നു, വസുലുസുന്നിസ്ഫി ആമാലുൻ വഹിർസു വശുഗലും ബിൽ മകാസിബി വൽ ഇയാലി. 60 ആണ്ട് ജീവിച്ചവന്റെ ആയുസ്സിൽ മൊത്തം നമ്മൾ നോക്കിയാൽ ഒരു 10 കൊല്ലമെങ്കിലും അവന് താഴ്ന്ന ദുനിയാവിന്റെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടിയതുണ്ടാവുകയില്ലേ? ഇനി എന്താണ് ചരമകോളത്തിൽ കണ്ട 60ൽ ബാക്കിയുള്ളത്? വബാഖിൽ ഉംരി അസ്ഖാമുൻ വശൈബു വഹമ്മും ബിർതിഹാലിൻ വന്തിഖാലി. അവൻ രോഗം പിടിച്ച് തളർന്ന് കിടന്നുപോയതൊന്ന് നോക്കണ്ടേ? മയ്യത്ത് കട്ടിലി മാടി വിളിക്കണതും കണ്ടങ്ങനെ കഴിഞ്ഞുപോയി മനുഷ്യന്റെ ആയുസ്. ഇതാണ് സമയത്തിന്റെ വില മനസ്സിലാക്കാത്തവൻ എത്ര സമയം കിട്ടിയാലും ഇക്കോലത്തിൽ അതങ്ങ് വിഭജിച്ചു പോവുകയാണ്. എങ്കിൽ വളരെ കുറഞ്ഞ ആയുസ് മാത്രമുള്ള എനിക്കും നിങ്ങൾക്കും ആഖിറത്തിലേക്ക് വല്ലതും സമ്പാദിക്കുവാൻ ഏതെങ്കിലും സുവർണ അവസരങ്ങൾ കിട്ടാതെ വയ്യ. അതേ ഹബീബായ മുത്തുനബിയുടെ ബഹുമാനാർത്ഥം അല്ലാഹു നമുക്ക് വെച്ചു തന്നതാണ് ലൈലത്തുൽ ഖദ്റും റമളാനുമൊക്കെ എന്ന് തിരിച്ചറിയണം സഹോദരന്മാരെ, സഹോദരിമാരെ. ഇതുപയോഗപ്പെടുത്തിയാലോ ഒറ്റ ഒരു ലൈലത്ത് കൊണ്ട്, ഒരു പുരുഷായുസ് കൊണ്ട് നേടാവുന്നത് മുഴുവൻ നമുക്ക് നേടാൻ കഴിയുന്നു.
നഹാറുൻ യമുറു വലൈലുൻ തഖുറു വനജ്മുൻ യഹുറു വനജ്മു യുറാ. രാത്രിയാകുന്നു, പകല് വരുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ദിനരാത്രങ്ങൾ തീരുകയാണ്. കുല്ലുനാ ഫീ ഗഫലത്തി വൽ മൗതു യഗ്ദു വയറൂ. നമ്മള് അശ്രദ്ധയിൽ തന്നെ രാവിലെയും മരണമാണ്, വൈകുന്നേരവും മരണമാണ്. രാവിലെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരാൾ കൂട്ടത്തെ കാണുന്നു. എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അവിടെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചതാണെന്ന് വിവരമറിയുന്നത്. രാത്രി വയല് കഴിഞ്ഞ് പോയ ചെറുപ്പക്കാരനാണ്. നേരം വെളുത്തപ്പോൾ അനക്കമില്ല. എന്റെ അനുഭവത്തിൽ തന്നെ അതുണ്ട്. 5-6 മാസം മുമ്പ് ഞാൻ പാനായിക്കുളത്ത് എറണാകുളം ജില്ലയിൽ വയല് പറഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത ദിവസം വയലിന് ചെന്നപ്പോഴാ പറയണത്, ഇന്നലെ വയലും കേട്ട് പോയി കടന്ന ചെറുപ്പക്കാരൻ നേരം വിളിക്കുമ്പോ എഴുന്നേറ്റിട്ടില്ല. സുന്നി പ്രവർത്തകൻ, ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, കുല്ലുനാ ഫീ ഗഫലത്തി വൽ മൗതു യഗ്ദു വയറൂഹ്. ഇന്നലെ ഈ വിനീതന്റെ മകളെ വീട്ടിൽ നോമ്പ് തുറപ്പിക്കൽ പരിപാടി നിശ്ചയിച്ചിരുന്നു. അതിനുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു മരണം. നോക്കണേ സഹോദരന്മാരെ, മകളുടെ ഭർത്താവിന്റെ മൂത്താപ്പ മരിച്ചു. അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പറഞ്ഞു വരുന്നത്, നേരത്തെ ഇവിടെ കല്ലട ഹസൻ കുട്ടി ഹാജി അള്ളാഹുവിന്റെ ദീനിന് സേവനം ചെയ്ത വ്യക്തിയുടെ മരണം ഇവിടെ റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഓർക്കണം, ലാ തമൂതുന്ന വ ഇൻ ഉമ്മിർത മാ ഉമ്മിർത നൂഹ് നബിക്ക് കിട്ടിയതുപോലെയുള്ള ആയുസ് കിട്ടിയാൽ പോലും മോനെ മോളെ ഒരു ദിവസം മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും മരണത്തിലേക്ക് ഇങ്ങനെ നമ്മൾ രാവും പകലുമായി ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ കുറഞ്ഞ സമയം കൊണ്ട് തീരാത്ത ലോകത്തേക്കുള്ള വിഭവ സമാഹരണമാണ് നമ്മുടെ ലക്ഷ്യം. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തിനാണ് ലൈലത്തുൽ ഖദ്ർ, എന്തിനാണ് റമളാൻ? അതിന്റെ ഒരു ചെറിയ ഒരു ഉത്തരമാണ് പ്രിയപ്പെട്ടവരെ, പഠിച്ചു വെക്കുക. നമ്മള് ഈ ദുനിയാവില് നമ്മളെ പരിപാടി എന്താണ്? ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് നമ്മുടെ ലക്ഷ്യം ഒരിക്കലും തീരാത്ത പരലോകത്തേക്ക് വേണ്ടതൊക്കെ നേടാനാണ്. അതായത് നമ്മളിവിടെ ഒരു 100 കൊല്ലം ജീവിച്ചാൽ ഒരു 100 കൊല്ലത്തെ പരലോകത്തേക്ക് സമ്പാദിച്ച പോരാ. 1000 കൊല്ലമല്ല പരലോകം, 1 കോടി വർഷമല്ല, 100,000 കോടി കൊല്ലവുമല്ല. പിന്നെയോ മരണത്തോടെ ജീവിതം തുടങ്ങുകയാണ്. സഹോദരിമാര് നോട്ട് ചെയ്യുക, മരണം എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കലല്ല, മരണം അറ്റമല്ല, മരണം ആരംഭമാണ്. മരണം ഒടുക്കമില്ലാത്തതിന്റെ തുടക്കമാണ്. മരണമില്ലായികയിലേക്കുള്ള പ്രവേശനമാണ്. അത് സഹോദരിമാരുടെ ശ്രദ്ധയിൽ വേണം. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ചിലര് പോയി തൂങ്ങിച്ചാവണത്. ചെറിയ ചെറിയ ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് ഈ ആധുനിക ലോകത്ത് ബുദ്ധിയുള്ള മനുഷ്യന്മാര്, വിവേകമുള്ളവര്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവര്, കലാകായിക രംഗത്ത് വലിയ സേവനം ചെയ്യുന്നവരൊക്കെ പോയിട്ട് കെട്ടിത്തൂങ്ങിച്ചാണ്. എന്തിനാ ചാകണത്? ചെറിയ ചെറിയ കാര്യം ഉണ്ടാവുള്ളൂ. ഒരു വിചാരിച്ചത് മരിച്ചിട്ട് തീരുകയാണെന്നാണ്. അല്ല, മരണത്തോടെ എല്ലാം സങ്കീർണമാവുകയാണ്. ഇത് മറക്കണ്ട. മരണത്തോടുകൂടി തുടങ്ങുന്ന ആ ജീവിതം പിന്നെ ഒരിക്കലും മരിക്കൂല. അപ്പോൾ അനന്തമായ ഇന്നലെയും നാളെയും ഇല്ലാതെ തുടരുന്ന ലോകത്തേക്ക് വേണ്ടതൊക്കെ സമ്പാദിക്കലാണ് നമ്മുടെ പണിയെങ്കിൽ അതിനാകെ നമ്മുടെ മുന്നിൽ സജീവമാകാൻ കണക്കുകൂട്ടി നോക്കിയിട്ട്
5-10 കൊല്ലത്തെ സമയമേ കാണുന്നുള്ളൂ. അലിയാര് തങ്ങളത് ബുദ്ധിപരമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലൈലത്തുൽ ഖദ്ർ ആവശ്യമുണ്ട്, ഒരുപാട് റമളാനുകൾ ആവശ്യമുണ്ട് കേട്ടോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആഖിറു സമാനിലെ നമുക്ക് മുത്തുനബിന്റെ ബഹുമാനാർത്ഥം തന്നതാണ്. അതുകൊണ്ട് റമളാനും ലൈലത്തുൽ ഖദ്റും ഒക്കെ ഒരു നിധിയാണ്, ഒരു സമ്മാനമാണ്. അല്ലാതെ അല്ലാഹു അടിച്ചേൽപ്പിച്ചതല്ല, മറിച്ച് അത് നമുക്കൊരു സമ്മാനമാണെന്ന് മനസ്സിലാക്കി ഇരു കൈകൾ ചേർത്ത് അതിനെ സ്വീകരിക്കുകയാണ് നമ്മുടെ ബാധ്യത. ഇനി പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമളാനിന്റെ രാത്രികളിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അതിലേക്ക് കടക്കാം. റമളാനിന്റെ രാത്രികളിൽ, നോമ്പിന് 2 ഫർളുകളാണ് സഹോദരിമാരെ. നോമ്പിന് 2 ഫർളുകളാണ്. അതിൽ ഒരു ഫർള് രാത്രിയും ഒരു ഫർള് പകലുമാണ്. അപ്പൊ അതുകൊണ്ട് രാത്രിയിലുള്ള ഫർള് നമുക്കിപ്പോൾ നോക്കാം. റമളാനിന്റെ രാത്രിയിലെ ഒരു ഫർള് ഏതാണെന്നറിയുമോ? അത് നിയ്യത്ത് വെക്കലാണ്. അപ്പോൾ നമുക്ക് നോമ്പിന്റെ നിയ്യത്ത് മഗ്രിബിന്റെയും സുബഹിന്റെയും ഇടക്ക് സംഭവിച്ചിരിക്കണം. എല്ലാ സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നിയ്യത്ത് വെക്കാൻ ഒരു സമയം അങ്ങ് നിശ്ചയിച്ചോളൂ. എന്തായാലും ഇശാ നിസ്കരിക്കുമല്ലോ. ഇശാ നിസ്കരിച്ച് സലാം വീട്ടിയാൽ ഇപ്പോഴത്തെ നിങ്ങളുടെ പതിവ്, റമളാൻ അല്ലാത്ത കാലത്തെ നിങ്ങളുടെ പതിവ് ഹദ്ദാദ് റാത്തീബിന് വേണ്ടി ഒരു ഫാത്തിഹ വിളിക്കലാകാം. എന്നാൽ റമളാനിലെ നിങ്ങളുടെ പതിവ് ഇശാഇന്റെ സലാം വീട്ടി ദുആ കഴിഞ്ഞാൽ ഉടനെ നിയ്യത്ത് വെക്കുക എന്നങ്ങ് തീരുമാനിച്ചാൽ ഇനി ആ നിയ്യത്ത് മറന്നു പോകുന്ന പ്രശ്നമില്ല. നിയ്യത്ത് മറന്നുപോയാ പിന്നെ അത് വലിയ പുലിവാലാണ്. വേറെ മദ്ഹബ് സ്വീകരിക്കാൻ പോയാൽ നമ്മൾ ചെറുപ്പം മുതലേ ശാഫിഈ മദ്ഹബ് അനുസരിച്ചാണ് ഖുർആനും സുന്നത്തും പഠിച്ചിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്കുള്ള മദ്ഹബും അതിന്റെ വിശാലമായ നിയമങ്ങളും അറിയില്ല. അറിയാതെ പിൻപറ്റാൻ പോയാലൊക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് എല്ലാ ദിവസത്തിനും വേറെ വേറെ നിയ്യത്ത് വെക്കണമെന്നാണ്. വയസ്സഞ്ചു തികയാത്ത കുഞ്ഞുങ്ങൾ പോലും വയസ്സന്മാരോടൊത്ത് നിയ്യത്ത് വയ്ക്കും. റമളാനിന്റെ ഒരു വല്ലാത്ത സൗന്ദര്യമാണത്. എങ്ങനെ നിയ്യത്ത് വെക്കേണ്ടത്? പിന്നെ ഞാൻ നാളെ റമളാൻ നോമ്പ് നോൽക്കാൻ കരുതിയെന്നെങ്കിലും വേണം. അതിന്റെ നിർബന്ധമുള്ളത് പത്രേ ഉള്ളൂ. നിർബന്ധമുള്ള പല നോമ്പും ഉണ്ടാവും. ഒരാൾ നേർച്ചയാക്കിയാൽ സുന്നത്തായ നോമ്പ് നിർബന്ധമാകും. അതേപോലെ കഫാറത്തിന്റെ നോമ്പ് വരും. അതുകൊണ്ട് തന്നെ ഇത് റമളാൻ നോമ്പാണെന്ന് നിജപ്പെടുത്തണം. നിയ്യത്ത് രാത്രിയും ആകണം. അപ്പൊ ഞാൻ നാളെ റമളാൻ നോമ്പ് നോൽക്കാൻ കരുതി എന്നുള്ള കരുത്ത് സഹോദരിമാരെ നിർബന്ധമായിട്ട് വേണം. അതിന്റെ പരിപൂർണമായ രൂപമാണ് നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ അദാ ആയ ഫർളായ റമളാനിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. ആണ് നിയ്യത്തിന്റെ പരിപൂർണമായ രൂപം. നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നോക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ചൊല്ല് അശ്ഹദു അല്ലാ ഇലാഹ اللهم ارحمني يا أرحم الراحمين. കുറച്ചുകൂടെ ഉറക്കെ ചൊല്ല്. اللهم ارحمني يا أرحم الراحمين. നാളെ നിങ്ങൾ വരുമ്പോ
കുഞ്ഞു മക്കളല്ലേ, കുഞ്ഞു മക്കളും നോമ്പ് നോറ്റ ക്ഷീണവും കൂടി അവരെ മുഖത്തുണ്ടാവും. അപ്പൊ ആ കുഞ്ഞു മക്കൾ ഈ തൊട്ട് നേരെ മുന്നിലിരിക്കണതിന് പകരം കുറച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കുറച്ചാളുകൾ എൻ്റെ നേരെ മുന്നിൽ ഇരുന്ന് തരണം. എന്നാലേ ഇപ്പൊ ഞാനും നിങ്ങളും ഈ വിഷയത്തിൽ രക്ഷപ്പെടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വിഷമിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഇരുന്നോളെ. നിയ്യത്ത് വെക്കാന്ന് പറഞ്ഞത് പുരുഷന്മാർക്ക് പള്ളിയിൽ നിസ്കാരത്തോട് കൂടി അപ്പൊ ഒരു 12:45 വരെ കൂട്ടാം. വരെ കൊണ്ടുപോകാം. അപ്പോ ശ്രദ്ധിക്കുക, ഇൻഷാ അല്ലാഹ് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് പള്ളിയിൽ മസ്ജിദുൽ ഹാമിലിൽ ജമാഅത്ത് നടക്കുക. പള്ളിയിൽ പുരുഷന്മാർക്ക് നിയ്യത്ത് വെച്ചു കൊടുക്കും. അപ്പം പുരുഷന്മാരത് ഏറ്റെടുത്ത് ചെയ്യും, നിയ്യത്ത് അവിടെ നിന്ന് വെക്കും. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോല. പക്ഷെ നിയ്യത്ത് എന്ന് പറയുന്നത് കൽബിലാണ് ഉണ്ടാകേണ്ടത്. അത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തന്നു, നമ്മളെന്തോ ചൊല്ലി, അതുകൊണ്ട് കാര്യാവൂല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊല്ലത്തുനിന്നൊരു ചങ്ങാതി കൊടുവള്ളിയിൽ വന്ന് നിയ്യത്ത് ചെയ്യുമ്പോ നിയ്യത്ത് വെക്കണ എങ്ങനെ? ഈ കൊടുവള്ളിയിലെ അതാ ആയ ഫർളായ റമദാൻ മാസത്തിൽ നിന്ന് ഈ കൊടുവള്ളിയിലെ അതായ എടാ അത്. അപ്പൊ ഇവൻ പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തുനിന്ന് ഉസ്താദ് ഈ കൊല്ലത്തെ എന്നാ പറയലെന്നാ. അപ്പൊ ഈ സാധുവിന് അതെന്താന്ന് മനസ്സിലായിട്ടില്ല പറയണത്. അത് ഈ വർഷത്തെ എന്നുള്ള ആശയം തിരിഞ്ഞിട്ടില്ല. ഇങ്ങനെ ആശയം തിരിയാതെ ഈ കൊടുങ്ങല്ലൂരിലെ ഈ കുറ്റിക്കാട്ടൂരിലെന്നൊന്നും പറഞ്ഞാലൊന്നും സംഗതി ഒക്കൂല. ഇതേപോലെ പല ജാതി കളികളുണ്ട്. എനിക്കെന്നെ അറിയാം. ഒരു കൊല്ലം ഇമ്പിച്ചാലി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി എല്ലാ പദവികളും ഏറ്റി കൊടുക്കുമാറാകട്ടെ, ഉസ്താദിന്റെ കൂടെ ഇരിക്കൂറില് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇനി പറയുന്ന സ്ഥലം ഞാൻ പറയില്ല, അതിനടുത്ത് ഒരു 5-8 കിലോമീറ്ററിന്റെ ഉള്ളില് ഒരു സ്ഥലം ഏതാന്ന് പറയില്ല, അവിടെ ഒരു ചെറിയ നിസ്കാര പള്ളി ഉണ്ടാക്കി. അങ്ങനെ പള്ളിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് റമദാനിൽ ഇമാമത്ത് വെക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോ ഓനെ കൊണ്ടുപോയിക്കോളി പറഞ്ഞു ഉസ്താദ്. അങ്ങനെ റമദാനിൽ ഞാൻ തറാവീന് അവിടെ ഇമാമത്തേറ്റ്. അങ്ങനെ തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് നിയ്യത്ത് ചൊടുക്കുമ്പോ നബൈത്തു സൗമോദിനൊക്കെ പറഞ്ഞ് ഈ കൊല്ലത്തെ അതായ ഫർളാ റമദാൻ മാസത്തിൽ അല്ലാഹു തആല കൊണ്ട് നോറ്റുവിട്ടുവാനും കരുതി എന്ന് പറഞ്ഞ് ഓലും പറഞ്ഞ് നോറ്റുവിട്ടുവാനും കരുതി. പിന്നെ ഞാൻ അൽ ഫാത്തിഹ എന്ന് തന്നെ പോലും പറഞ്ഞു അൽ ഫാത്തിഹ എന്ന്. ഈ നിലക്കുള്ളത് അത്തമ്മേ പൂച്ച നയിപ്പോയാല് സംഗതി ആകെ കുളവും. അപ്പൊ അതുകൊണ്ട് പുരുഷന്മാര് പള്ളിയിൽ നിന്ന് ഒറ്റക്കായാലും ഉസ്താദ് വെച്ചു തരുമ്പോഴാണെങ്കിലും മനസ്സിൽ തട്ടിയിട്ട് നിയ്യത്ത് ചെയ്യണം. മനസ്സിലിങ്ങനെ നബൈത്തു സൗമദിൻ അനദായി ഫർളി റമദാനി എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ മനസ്സിലെന്താ, ആ കട തുടങ്ങിയതിന് ശേഷം എപ്പം നോക്കിയാലും അവിടെ കടം തന്നെ. ആൾക്കാർക്ക് മുഴുവൻ കടം കൊടുത്തിട്ട് ഞാൻ ആ മകന്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്, ഞാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക, നീയായിട്ട് നശിപ്പിക്കുക, ആർക്കും ഒന്നും കടം കൊടുക്കരുത്. ഇപ്പൊ ഒരു കല്യാണ പാർട്ടി ഒന്നും അവനതെല്ലാം കൂടി മൊത്തത്തിൽ വാരി കെട്ടിയെല്ലാം കൊടുത്താച്ചിരിക്കണം. ഇനിയിപ്പോ അത് കിട്ടുമല്ലെന്ന് അറിയില്ല. ഇതെല്ലാം മനസ്സിൽ കണക്കൂട്ടാണ്. അൽ ഫാത്തിഹ ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇങ്ങനെ ആകരുത്. അപ്പൊ അത് റമദാനിൽ രാത്രിയിൽ ചെയ്യാനുള്ള ഒരു സംഗതിയാണ് നിയ്യത്ത്. 2 ഫർളാണ്, ഒന്ന് രാത്രിയാണ് ആ ഫർള് ഉണ്ടാകുന്നത്, അത് നിയ്യത്താണ്. അപ്പൊ സഹോദരിമാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നിയ്യത്ത് വെച്ചോളൂന്ന്. അപ്പൊ ഒരു സംശയം ഉണ്ടാകും, ഉസ്താദേ ഞങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നിയ്യത്ത് വെച്ചു, അതുപോലെ ഞങ്ങളെ ഭർത്താക്കന്മാര് പള്ളിയിൽ നിന്നും തറാവീഹ് കഴിഞ്ഞിട്ട് നിയ്യത്ത് വെച്ചിട്ട് വീട്ടിൽ വന്നു, പിന്നെ ഞങ്ങൾ ലൈംഗികമായി ബന്ധപ്പെട്ടു, അപ്പൊ ഞങ്ങളെ നിയ്യത്തോ എന്ന സംശയം ചിലപ്പോൾ ഏതെങ്കിലും ഒരു സഹോദരിക്കുണ്ടാകാം. നിങ്ങളെ ആ നിയ്യത്തിന് നിങ്ങൾ രാത്രികാലത്ത് ലൈംഗികമായി ബന്ധപ്പെട്ടത് കൊണ്ട് യാതൊരു കേടും വരൂല. കാണാതെ പിടിച്ചാളി. അപ്പോ രാത്രി അങ്ങനെയൊക്കെ ആവാമോ? അങ്ങനെയൊക്കെ ആവാം. മഗ്രിബിന്റെയും സുബഹിന്റെയും ഇടയ്ക്ക് ആണ് പെണ്ണുങ്ങൾക്ക്, ഭാര്യാഭർത്താക്കന്മാർക്ക് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നതിന് തടസ്സമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതാണ്. പിന്നെ രാത്രിയിൽ തന്നെ ചെയ്യേണ്ട സുന്നത്തായ ഒരു കാര്യം പറയാം. സുബഹ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് കുളി നിർബന്ധമായവര് കുളിച്ചൊന്ന് വൃത്തിയാകലും സുന്നത്താണ് പെങ്ങളെ. അപ്പോ ഉസ്താദെ, പിന്നെ ഞങ്ങളിപ്പോ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞതാണ്. എന്നിട്ട് ഞങ്ങള് പിന്നെ രാത്രിയില് ഞങ്ങൾക്ക് കുളി നിർബന്ധമായി. അങ്ങനെ
സുബൈ ബാങ്ക് കൊടുക്കുന്നതിന്റെ അല്പം മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഞാൻ അടുക്കളയിൽ പോയി അത്താഴം കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കണം എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ എഴുന്നേൽക്കാൻ അല്പം വൈകിപ്പോയി. അങ്ങനെ പിന്നെ നോക്കുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ച് കുളിക്കാൻ കഴിഞ്ഞില്ല. എന്നാലോ അതാ പറഞ്ഞത്, അത് സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുളിക്കൽ നിർബന്ധമല്ല, സുന്നത്താണ്. അപ്പൊ നിങ്ങൾക്ക് കുളിക്കാൻ പറ്റില്ല എന്ന് വെക്കുക. എന്നാലും നിങ്ങൾ നോമ്പിന് കേടില്ല. ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോളൂ പെങ്ങന്മാരെ. ഒരു സഹോദരിക്കറിയാം എന്റെ മെൻസസ് പീരീഡ് ഇന്ന് രാത്രിയോടുകൂടി തീരും എന്നറിയാം. ഇപ്പോൾ ഇശാഇന്റെ സമയമായിട്ട് 8 മണിയായിട്ടേ ഉള്ളൂ. ഇപ്പോൾ അവളുടെ ശരീരം വൃത്തിയായിട്ടില്ല. പക്ഷേ സുബഹിയാകുമ്പോഴേക്ക് സാധാരണ എന്റെ പതിവനുസരിച്ച് ഈ രാത്രി തീരണം, അത് തീരുമെന്നവൾക്കറിയാം. ആ അറിവുള്ളപ്പോൾ മെൻസസ് തീരുന്നതിന്റെ മുമ്പ് തന്നെ അവൾ നെയ്യത്ത് വെച്ചു എന്ന് വിചാരിക്കാം. ഏതായാലും ഇന്ന് രാത്രി തീരുമല്ലോ, അപ്പൊ നാളെ എനിക്ക് നോമ്പാകാമല്ലോ എന്ന നിലക്കൊരു സഹോദരി നെയ്യത്ത് വെച്ചാൽ ആ നെയ്യത്തും സഹീഹ് തന്നെ. ആ നെയ്യത്ത് കൊണ്ട് മോളെ നിനക്ക് നാളെ നോമ്പെടുക്കാം. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ, അതിന്റെ കർമ്മശാസ്ത്ര വിധികളൊക്കെ നന്നായിട്ട് പഠിക്കണം. അതിനാണല്ലോ പഠന ക്ലാസ്. വെറും വയല് മാത്രമായി പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ ഓർമ്മ വന്നതങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. നന്നായി ശ്രദ്ധിക്കണം, ചെറുപ്പക്കാരും മനസ്സിലാക്കണം. നിസ്കാരത്തിന്റെ ഒക്കെ മസാലകൾ അറിയാത്തത് കൊണ്ട് എന്തെല്ലാം കെണിയാണ്. ഒരു ചങ്ങാതി തറാവീഹ് നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഓന്റെ വലത്തെ കാലുമേൽ ഒരു കൊതുക് കടിച്ചു. ഇവനിങ്ങനെ അത്തയ്യാ തോന്നുന്ന സമയത്താണ് കൊതുക് കടിക്കുന്നത്. കൊതുക് ഇങ്ങനെ ജോറായിട്ട് കടിച്ചപ്പോ ഇവനൊന്ന് ചൊറിയണോണ്ടെന്ന് എന്താ ചെയ്യുക, ഈ കൈ പണയത്തിലായി പോയില്ലേ. അപ്പൊ ഇവനെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് ചൊറിഞ്ഞത്രേ. ഈ കോലായാല് ഇതൊക്കെ പറ്റണത് എന്തുകൊണ്ടാ? നമ്മളിത് പഠിക്കാത്തത് കൊണ്ട്. പഠിച്ചാല് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പഠന ക്ലാസും പരിപാടികളൊക്കെ വളരെ ആവശ്യമാണ്. പറഞ്ഞു വന്നത് രാത്രിയിൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ് തറാവീഹ് നിസ്കരിക്കലിന് വേറെ ഒന്നാണ്. ആണിനും പെണ്ണിനുമൊക്കെ പ്രിയപ്പെട്ടവരെ, തറാവീഹ് സുന്നത്ത് തന്നെ. തറാവീഹ് ഒരു ജുമുഅ പോലെയുള്ള ഇബാദത്തല്ല. ജുമുഅക്ക് എന്തോ കാരണവശാൽ ഒരു പോയില്ലെങ്കിൽ അവന് വീട്ടിൽ നിന്ന് ജുമുഅ നിസ്കരിക്കാൻ വകുപ്പില്ല. അവന് വീട്ടിൽ നിന്ന് ളുഹ്റ നിസ്കരിക്കുക. തറാവീഹ് അങ്ങനെയല്ല. ജമാഅത്തായിട്ടും അത് നിസ്കരിക്കാം, ഒറ്റക്കും നിസ്കരിക്കാം. ഇന്നത്തെ തറാവീഹ് എന്തോ ആരോ പെട്ടെന്ന് ആശുപത്രിയിലോ മറ്റോ ആയി നമുക്ക് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഖളാ വീട്ടുകയും ചെയ്യാം. ഇതൊക്കെ ഓർത്തു വെക്കണം. ഞാൻ പറയട്ടെ, ഈ കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ എനിക്ക് കിട്ടി എന്ന് നിങ്ങൾ നിസ്കാരം എന്ന് പറയുന്നത് അതാണ് റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം. നോമ്പ് റമദാൻ അല്ലാത്ത കാലത്തൂല്ലേ? നോമ്പ് ഒരു റമദാൻ സ്പെഷ്യൽ പരിപാടിയല്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. റമദാൻ സ്പെഷ്യലായിട്ട് എന്താ നമ്മൾ ചെയ്യണത്? അത് തറാവീഹ് നിസ്കാരമാണ്. തറാവീഹ് നിസ്കാരം റമദാനിൽ മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്കുക സഹോദരന്മാരെ. നമ്മളിപ്പോ 20 റക്അത്ത് നിസ്കാരം, അതിനിടയിലുള്ള സലാത്ത്, ഇശാ 4 റക്അത്ത്, ശേഷമുള്ള അതിന്റെ റവാത്തിബ്, തറാവീഹ് കഴിഞ്ഞിട്ട് അതാ 3 വിത്ർ, അതിന്റെ ദിക്ർ, ദുആ, ഇതെല്ലാം കൂടി നമ്മുടെ പള്ളിയിൽ ഇങ്ങോട്ട് കഴിയാൻ ഒരു 9 മണിക്ക് നമ്മൾ തുടങ്ങിയ ഒരു 12 മണിയാകുമ്പോഴേക്ക് തീർന്നില്ലേ? ആകെ കൂടി 2-3 മണിക്കൂറല്ലേ നമുക്കിതിന് വേണ്ടി വരുന്നുള്ളൂ. ഈ പറഞ്ഞ സംഗതി മുഴുവൻ. ഇശാ 4 റക്അത്ത്, പിന്നെ അതിന്റെ റവാത്തിബ് 2, അത് കഴിഞ്ഞിട്ട് 20 റക്അത്ത് തറാവീഹ്, പിന്നെ 3 റക്അത്ത് വിത്ർ, അതിനിടയ്ക്കുള്ള ഈ ദിക്ർ, സലാത്ത് പരിപാടികളെല്ലാം കൂടി എത്ര മണിക്കൂർ? 3 ഇല്ല ഉസ്താദേ, എല്ലാം കൂടി ഒരു 1/2-3 മണിക്കൂറുണ്ട്, മാക്സിമം പോയി 1 മണിക്കൂറുണ്ട് തീർന്നു പോവാണ്. നമ്മൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ സഹാബത്തിനെയും കൂട്ടിയിട്ട് ഇതുപോലെ ഒരിക്കൽ നിസ്കരിച്ചു. രാത്രിയുടെ പകുതി തീരുന്നത് വരെ നിസ്കരിച്ചു.
നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മണിയാവുന്നത് വരെ നിസ്കരിച്ചു. എന്നിട്ട് സലാം വിട്ടിട്ട് പറഞ്ഞു മതി, ഇനി നിങ്ങളൊക്കെ വീട്ടിൽ കൂടി പോയിക്കോ, അത്രയൊക്കെ നിസ്കരിച്ചാൽ മതി, ഇനി മതിയായിരുന്നു. അപ്പോഴാണ് ഈ നിസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നത്, ലൗ നഫൽതന ബഖിയത ലൈലതിനാ ഹാദിഹി യാ റസൂലല്ലാഹ്, ഈ രാവ് പുലരാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് നിസ്കരിക്കുമോ? നിസ്കരിച്ചിട്ടാശ തീർന്നിട്ടില്ല. നോക്കണേ സഹോദരന്മാരെ, എത്രയോ മണിക്കൂറുകൾ നീണ്ട നിസ്കാരം കഴിഞ്ഞിട്ട് അത് തീർന്നപ്പോൾ സമയം ഇനിയും ബാക്കിയുണ്ടല്ലോ നബിയെ, രാത്രി പുലരാൻ ഇനിയും മണിക്കൂറുകളുണ്ടല്ലോ ഹബീബേ, ലൗ നഫൽതന, കുറച്ചുകൂടി നിസ്കരിക്കാമോ എന്ന് ചോദിക്കുന്നു മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. അവർക്ക് നിസ്കാരത്തിന്റെ ഹരം ലഭിച്ചിട്ടുണ്ടായിരുന്നു, നിസ്കാരത്തിന്റെ രുചി അവർക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ 5 മിനിറ്റ് വൈകിപ്പോകുമ്പോഴേക്ക് ക്ലോക്കിൽ നോക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഉസ്താദിന് പ്രായം കൂടുതലാണ്, അതുകൊണ്ട് തറാവീഹ് വേഗം തീരുന്നില്ലെന്ന് പറഞ്ഞ് ആ ഉസ്താദിനെ മാറ്റി ഇപ്പൊ ചെറുപ്പക്കാരനെ നിർത്തിയിട്ട് ഇപ്പൊ എന്തേ ഗുണമുണ്ടായത്? കഴിഞ്ഞല്ലോ 10:05 തീർന്ന്, ഇപ്പൊ 10:10 ഇതിന്റെ ഒരു തകരാർ എന്താണെന്നറിയുമോ? ഇതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്താണ് നിസ്കാരം, അതിലെന്തൊക്കെയാണ് ചൊല്ലിപ്പറയുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ വെച്ചിട്ട് നന്നായി പഠിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നു, തറാവീഹ് പള്ളിയിൽ ജമാഅത്തായിട്ട് മാത്രമല്ല, അത് ഒരു ദിവസം നിങ്ങൾ എന്തോ കാരണവശാൽ പള്ളിയിലെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒറ്റക്ക് നിസ്കരിക്കാം. അതേപോലെ എന്റെ സഹോദരിമാരെ, നിങ്ങൾക്കും നിസ്കരിക്കാം. ജമാഅത്തായി നിസ്കരിക്കുവാൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ സൗകര്യം സ്ത്രീകൾക്കാകുന്നു. അങ്ങനല്ലേ? ഇസ്ലാമിക ശരീഅത്തില് ആനുകൂല്യങ്ങളും ഇളവുകളും സ്വാതന്ത്ര്യം ഒക്കെ പെണ്ണുങ്ങൾക്കാണ്. ആണുങ്ങളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കാണ്. ഒരു വെള്ളിയാഴ്ച നട്ടുച്ച സമയം നമുക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നി, വീട്ടിൽ കിടക്കാൻ പറ്റുമോ? സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല, പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യമില്ല. അതേ സമയത്ത് ഇവിടെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാത്തുമ്മക്ക് ഒരു ദിവസം വെള്ളിയാഴ്ച ഉച്ച സമയത്ത് വല്ലാത്ത ക്ഷീണം, ഓക്കാടെ കട തുടങ്ങിക്കൂടെ? ഓക്കട കിടക്കാൻ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കാണ്. അതേപോലെ ഒരു പുരുഷന് ജമാഅത്തായി നിസ്കരിക്കണമെങ്കിൽ ഇമാമത്ത് നിൽക്കാൻ ഒരു പുരുഷനെ തന്നെ കിട്ടണം. നമുക്ക് പെണ്ണുങ്ങളെ തുടരാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ ഒരു സ്ത്രീക്ക് ആണിനെയും തുടരാം, പെണ്ണിനെയും തുടരാം. അപ്പോഴോ ആർക്കാ സൗകര്യം കൂടുതൽ? അപ്പൊ സുബ്ഹാനല്ലാഹ്, ഈ നോമ്പ് തുറന്നു കഴിഞ്ഞാല് ആണുങ്ങളൊക്കെ ഉന്തി നീക്കി പള്ളിയിലേക്ക് പറഞ്ഞേക്കുക. ക്ലാസ് കേൾക്കണ പെണ്ണുങ്ങളോടെ ഞാൻ പറഞ്ഞേ, എങ്ങനെയെങ്കിലും വണ്ടി വരെ അവിടെ നിന്ന് ഒഴിവാക്കുക, ഒക്കത്തിനും പള്ളിയിലേക്ക് പറഞ്ഞേക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾക്കും വേണം ഖബറും മഹ്ശറും. ഒറ്റക്ക് പോയി ഖബറിൽ കിടക്കുമ്പോൾ അന്നവിടെ നിങ്ങളുടെ ഭർത്താവ് കൂട്ടിനുണ്ടാവുകയില്ല, ആ ഖബറിൽ നിങ്ങളെ മക്കളില്ല. ഒരു വീട്ടിൽ പലരും പല റൂമുകളിൽ കഴിയുമ്പോൾ അതിലെ ഒരു മുറിയിൽ ഒറ്റക്ക് കിടക്കാൻ പോലും പേടിയുള്ള സഹോദരിമാരെ, പള്ളിക്കാട്ടിൽ അതാ ഒരു ചെറിയ ഇടുങ്ങിയ 6 അടി മണ്ണിൽ ഒറ്റക്ക് നിങ്ങൾ കിടക്കേണ്ടതുണ്ട് കേട്ടോ. ഈ ചിന്തയൊക്കെ ഉണ്ടായിരുന്ന മുആദത്തുൽ നബിയ്യ റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവർ രാത്രി സമയത്ത് ഉറങ്ങാതെ അതാ ധാരാളം ദിക്റ് ചൊല്ലുന്നു, നിസ്കരിച്ചു തീർക്കുന്നു. മുആദത്തുൽ നബിയ്യ റളിയല്ലാഹു അൻഹക്കൊരു പതിവുണ്ടായിരുന്നു. എന്താണ് പതിവെന്ന് നിങ്ങൾക്കറിയണോ? അവര് രാത്രിയാകുമ്പോൾ ഇങ്ങ് പറയും, ഖത്തകൂനു ഹാദിഹി ആഖിറ ലൈലത്തിൽ, ഈ രാത്രി
രാത്രി ഒരു പക്ഷേ എന്റെ ജീവിതത്തിലെ ഒടുക്കത്തെ രാത്രിയായി പോയെങ്കിലോ എന്ന് ഒരു സങ്കല്പം അവരങ്ങ് നടത്തുന്നു. പിന്നെ ഉറക്കം വരുന്നതെങ്ങനെ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്റെ ബഹുമാന്യ സഹോദരിമാരാലോചിച്ചു നോക്കൂ. അതൊരു വല്ലാത്ത സങ്കല്പം തന്നെയല്ലേ? ഏതോ ഒരു രാത്രി നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയല്ലേ? അതെന്നാണെന്ന് എനിക്കറിയോ? നിങ്ങൾക്കറിയുമോ? ഏതോ ഒരു പകൽ നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ പകലാണ്. ഈ പഠന ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഈ പകല് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ പകലാണോ അല്ലേ എന്നറിയണമെങ്കിൽ സുബ്ഹാനല്ലാഹ്, നാളെ മഗ്രിബ് വരെ നമ്മൾ ജീവിച്ചിരിക്കണ്ടേ? ഇന്ന് രാത്രി മരിച്ചു പോയാലോ? അതറിയില്ല. രാത്രിയാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, പടച്ചോനെ ഇതായിരിക്കുമോ എന്റെ അവസാനത്തെ രാത്രി? നാളെ ഞാൻ രാത്രിയാകുന്നതിന്റെ മുമ്പ് മരിക്കാനുള്ളവളാണോ? ഇങ്ങനെ മുആദത്തു ബീവി റളിയല്ലാഹു അൻഹയങ്ങ് പറയും. പിന്നെ ഉറക്കം വരുന്നില്ല. ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, ഒരുപാട് നിസ്കരിക്കുന്നു. മഹദിക്ക് ക്ഷീണം വരുമ്പോ വീട്ടിന്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിട്ട് ഉറക്കം കളഞ്ഞുകൊണ്ട് സ്വന്തത്തെ വിളിച്ചു പറയുകയാണ്, നഫ്സേ ഉറങ്ങാറായിട്ടില്ല. ഖബറിൽ എത്ര കാലമാണ് ഉറങ്ങേണ്ടത്, ഉണർന്നിരിക്കേണ്ടത്? അതുകൊണ്ട് പെണ്ണെ സ്വന്തത്തോട് തന്നെ പറയുകയാണ്, കുറച്ചുകൂടി ഖുർആനോദടി. ഈ ചിന്ത കൽബിലേക്ക് വന്നാൽ പിന്നെ അവർക്ക് സീരിയൽ കാണാൻ സമയമില്ല. അവർക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പിന്നെ പോകാൻ പറ്റുന്നില്ല. അവർ ഇബാദത്ത് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, ലൈലത്തുൽ ഖദ്ർ നിങ്ങൾക്കും വേണം. ഇക്കൊല്ലത്തെ ഈ 2014 ലൈലത്തുൽ ഖദ്ർ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഉറപ്പിക്കാൻ ഈ ക്ലാസ്സിന് വന്ന വകയിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം. അത് പറയാം. ഈ കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയെന്ന് ഉറപ്പിക്കാനുള്ളൊരു പണിയുണ്ട്. എന്ത് തരും ഞാൻ പറയാം. പത്തിരിയൊക്കെ കൂടുതൽ നോമ്പ് തുറക്കാന് യതീമക്കൾക്ക് പടച്ചോനെ വല്ലാത്തൊരു ഭാഗ്യമാണ് ഈ പ്രദേശത്തിന് കൈവന്നത്. അതേപോലെയുള്ള നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. ഞാൻ പറഞ്ഞുതരാം. ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയെന്ന് ഉറപ്പിക്കാനൊരു പണി. നബിത്തങ്ങൾ എന്താ പറഞ്ഞ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച്? ഫീഹി റമളാനിൽ ഉണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അത് ശഅബാനിലല്ല അല്ലേ? ഓർച്ചില്ലേ? ഫീഹി റമളാനിൽ ഉണ്ട്. അപ്പൊ ശവ്വാലിലല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇത് നിങ്ങൾ 90 ദിവസം നോക്കേണ്ടിയില്ല, 60 ദിവസം നോക്കേണ്ടിയില്ല എന്ന് തിരിഞ്ഞില്ലേ? 30 ദിവസം നോക്കിയാൽ മതി. അതായത് എല്ലാ ദിവസവും മഗ്രിബിന്റെ സമയമാകുമ്പോഴേക്ക് അതാത് സ്ഥലങ്ങളിലുള്ള പള്ളിയിൽ പരമാവധി ഒന്ന് എത്താൻ പറ്റുമോ എന്ന് നോക്കുക. പള്ളിയിൽ ജമാഅത്തായി മഗ്രിബ് അങ്ങ് കിട്ടി. വീട്ടിൽ പോയാല് തിരക്ക് തന്നെയാണ് കേട്ടോ. റമളാനിലെ ഒരു മാസമെങ്കിലും കുറച്ച് പരലോകത്തിന് വേണ്ടിയുള്ള തിരക്ക് വേണം. അത്താറമളാനു മസ്റഅത്തുൽ ഇബാദി. ഖബറിലേക്ക്, മഹ്ശറിലേക്ക്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മീസാൻ എന്ന തുലാസിലിട്ട് തൂക്കുന്ന നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുക്കി വെക്കാനുള്ള തിരക്ക്. നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോഴേക്ക് തന്നെ പള്ളിയിൽ ഹദ്ദാദ് തുടങ്ങുന്ന സമയമായി. അങ്ങോട്ട് കുറച്ച് തിരക്ക് തന്നെയാണ്. വിശ്രമിക്കാൻ ഇവിടെ സമയമില്ല മക്കളെ. ഇൻഷാ അല്ലാഹ് ഈമാനുള്ള മുഅ്മിനീങ്ങൾ വിശ്രമിക്കുന്നത് നാളെ ഖബറിലാണ്. മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ നബിത്തങ്ങൾ പറഞ്ഞില്ലേ, വിശ്രമിക്കണയാളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു സ്ഥലത്ത് ഉറക്കെ പറഞ്ഞു, ആ കട്ടിലിൽ കിടക്കുന്ന ആളുണ്ടല്ലോ, മയ്യത്തിങ്ങനെ കൊണ്ടുപോവാണ്. ആ മയ്യത്തേട്ടിലുള്ള ആൾക്ക് വിശ്രമം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളെ തൊട്ട് മറ്റുള്ളവർക്ക് വിശ്രമം കിട്ടിയിട്ടുണ്ട്. ഏതായാലും വിശ്രമമായിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്രമാണ്. പടച്ചോനെ പഠിച്ച് ജീവിച്ചവർക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരക്കും ഉണ്ടാവില്ല. വിശ്രമം തന്നെയാണ്. നം കനൗമത്തിൽ അറൂസ്. പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളാൻ ഖബറിൽ പറയുന്ന ആ സന്തോഷകരമായ നാളേക്ക് വേണ്ടി എന്തു ചെയ്യണം? കുറച്ച് പണിയെടുക്കണം. ആണുങ്ങളൊക്കെ ഉന്തി നീക്കി പള്ളിയിലേക്ക് പറഞ്ഞേക്കാം. എന്നിട്ട് ഒരു കാര്യം ചെയ്യാം,
ഇത് നമുക്ക് ഇങ്ങനെ തന്നെ നാളെ അങ്ങോട്ട് തുടരാം, നമ്മുടെ സമയം കഴിഞ്ഞു പോയി. അപ്പോ സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ഏതായാലും പിന്നെ രാത്രിയിൽ തന്നെ ഇനി വേറെയും ചില സംഗതികൾ സൂചിപ്പിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് നാളെ ആവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതായാലും ഒരു ചെറിയ ഒരു ചരിത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നാളെ നേരത്തെ തുടങ്ങും, 10 മണിക്ക് തുടങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വെറുതെ സ്വർഗത്ത് പോകണമെന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മൾ തിരക്കുണ്ടാവും, കുറച്ച് പണിയെടുക്കണം എന്നാണല്ലോ ലാസ്റ്റ് പറഞ്ഞത്. അത് ഞാൻ പറയാം, ഇത് സ്വർഗം നേടാനാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വർഗം നേടാനാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് റമദാൻ. ആ സ്വർഗം വെറുതെ കണ്ട് കിട്ടണമെന്ന് നമ്മളാരും വിചാരിക്കരുത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു മൂത്രപ്പുരയിലേക്ക് പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പോകാൻ തുടങ്ങിയപ്പോ ഫമനഅഹുൽ ഹമ്മാമി, ആ ബാത്റൂമിന്റെ ഒരു കാവൽക്കാരനുണ്ടവിടെ. അയാള് പറഞ്ഞു പോകാൻ പറ്റൂല. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനൊന്ന് മൂത്രമൊഴിക്കണം. അതിന് കക്കൂസിലേക്ക് പ്രവേശിക്കാൻ നോക്കുമ്പോഴാണ് അതിന്റെ കാവൽക്കാരൻ തടയുന്നത്. മഹാനവറുകൾ ഒറ്റക്കരച്ചിലാണ്. ആ സമയത്ത് കരയണ്ട, നിങ്ങൾ പോയിട്ട് മൂത്രമൊഴിച്ചോളൂ എന്നാണല്ലോ ഇയാള് പറയേണ്ടത്. മഹാനവറുകൾ പറഞ്ഞു, എടോ സുഹൃത്തേ, നിനക്ക് തരാനുള്ള 2 രൂപ ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ കരഞ്ഞത്, മറിച്ച് ഞാൻ ആലോചിച്ചു പോയി. ലാ യുഅ്ദനു അൻ അദ്ഖുല ബൈത്തശ്ശയാത്തീനി മജ്ജാനാ. ഈ ബാത്റൂം എന്ന് പറയുന്നത്, മൂത്രപ്പുര എന്ന് പറയുന്നത്, അത് ശൈത്താന്മാരുടെ സങ്കേതമാണല്ലോ. ആ പിശാചുക്കളുടെ താവളത്തിലേക്ക് പോലും മജ്ജാനൻ ഫ്രീ ആയിട്ട് പോകാൻ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ ഫകൈഫ ബിദ്ദുഖൂലി ഇലാ ബൈത്തിൻ നബിയ്യീന വസ്സദ്ദീഖീന മജ്ജാനാ. സിദ്ദീഖീങ്ങളുടെ, നബിമാരുടെ വീടാകുന്ന സ്വർഗത്തിലേക്ക് വെറുതെ പോകാൻ കഴിയില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞുപോയതെന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് ആ സ്വർഗത്തിൽ ഒരിടം കിട്ടണമെന്ന് മോഹമുണ്ടെങ്കിൽ അതിന് കുറച്ച് പണിയെടുത്തേ പറ്റൂ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് ലിസ്റ്റ് നമ്മുടെ ഒരുപാട് ആളുകൾ ധാരാളം ഉദ്ദേശങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉംറ നിർവഹിക്കാനും പുണ്യം നേടാനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മർക്കസിലേക്ക് 4444 രൂപ നേർച്ചയാക്കിയ ഓമശ്ശേരിയിലെ ഒരു ഉമ്മ ഒരുപാട് ഉദ്ദേശങ്ങളിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായി ക്ലാസ്സിന് വരുന്നൊരു സ്ത്രീയുടെ മകൾ കുവൈത്തിലുള്ള ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ യാത്ര എളുപ്പമാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിൽ റയ്യാൻ വിഷയം അവതരിപ്പിക്കുമ്പോൾ ക്ലാസ് എടുക്കുന്ന ആ സദസ്സിൽ വെച്ചിട്ട് മരണപ്പെട്ട ഉമർ ഹാജിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ്താറിലേക്ക് നമ്മുടെ മർക്കസിൽ നോമ്പ് 2 മുതൽ 26 ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് 1000 വരുന്ന മുഅ്മിനീങ്ങൾ ഒരേ സമയത്ത് നോമ്പ് തുറക്കുന്ന വലിയൊരു സംരംഭം മർക്കസിൽ നടന്നു വരുന്നു. അതിലേക്ക് വേണ്ട എല്ലാ പത്തിരിയും ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഉമ്മമാരാണ്. ആ ഉമ്മമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 4 വർഷമായി വിദേശത്താണ്. അറബി നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നില്ല. ആ ബുദ്ധിമുട്ട് ശരിയാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചെട്ടിപ്പടിയിലെ തൊയ്യിബ വള്ളക്കാർ നമുക്കെപ്പോഴും സഹായിക്കുന്നവരാണ്.
അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പരിഹരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബസ്സിൽ 8 റൂട്ടിലേക്കാണ് നമ്മുടെ ബസ് പോകുന്നത്. ഒരുപാട് ബസ്സിൽ ഇനിയും സ്ഥലം ബാക്കിയുണ്ട്. സ്ഥലം ബാക്കിയുള്ള ഒഴിഞ്ഞുകിടക്കുന്ന ബസ്സിൽ വരുന്ന ഉമ്മമാരൊക്കെ ഞാൻ വരുന്ന ബസ് അത് പൂർണ്ണമായും സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞു കവിയണം, അതിന് എൻ്റെ വാക്ക് എൻ്റെ പ്രവർത്തനം കാരണമാവണമെന്ന് കരുതി അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ NGO ക്വാർട്ടേഴ്സ് ഭാഗത്തു നിന്ന് വരുന്ന ഉമ്മമാരുടെ വക ഒരു ഈത്തപ്പഴത്തിന്റെ പെട്ടി നോമ്പുതുറയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. ഒരു സ്വാലിഹായ ഭർത്താവിനെ മകൾക്ക് ലഭിക്കാൻ റമളാൻ ഒരു ഖത്തും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഒരുപാട് ഉമ്മമാർ ഒരുപാട് ഖത്തുമുകൾ തീർത്തിട്ടുണ്ട്, ഓതി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കല്യാണം ശരിയാവാനും സുഖപ്രസവമാവാനും അസുഖങ്ങൾ സുഖമാവാനൊക്കെ വേണ്ടി ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകനും മകൾക്കും ഗവൺമെന്റ് സ്കൂളിൽ തന്നെ തുടർ പഠനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭർത്താക്കന്മാരുടെ സ്വഭാവ ദൂഷ്യം കാരണം മാനസികമായി വിഷമിക്കുന്ന ഒരുപാട് ഉമ്മമാർ സദസ്സിലുണ്ട്. മക്കളുടെ സ്വഭാവ ദൂഷ്യം കാരണം വിഷമിക്കുന്ന ഉമ്മമാർ സദസ്സിലുണ്ട്. ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മകൻ ഉംറക്ക് പോയിട്ടുണ്ട്. അവന് മൂത്രസംബന്ധമായ ചില പ്രയാസം കാരണം വളരെ വിഷമത്തിലാണ്. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സന്തോഷത്തോടെ റാഹത്തോടെ ഉംറ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഉസ്താദുകൾ പ്രാർത്ഥന. ചെലവൂര് കുരിക്കൽ സിദ്ദീഖ് ഹാജിയുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ പത്രിയുടെ കേന്ദ്രം പള്ളിത്താഴത്ത്. എന്നാൽ ഈ വർഷം അവിടെ ആളില്ലാത്തത് കൊണ്ട് അവിടെ കേന്ദ്രം ലഭിച്ചിട്ടില്ല. സദസ്സിലുള്ള ഉമ്മമാർ അനുയോജ്യമായ കേന്ദ്രം ഓഫീസിലേക്കോ മറ്റോ വിളിച്ചറിയിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത്, ഞങ്ങൾ ക്ലാസ് എടുത്തത് കേട്ടത് എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ. പടച്ചവനെ, നോമ്പിനെ കുറിച്ച് മഹാന്മാരെ ഒക്കെ നോമ്പ് അല്ലാഹ് ഞങ്ങൾക്കതിൻ്റെ 4 അയലത്ത് പോലും എത്താൻ കഴിയില്ലെങ്കിലും പടച്ചവനെ സുബൈ മുതൽ മഗ്രിബ് വരെ അന്നപാനീയങ്ങൾ വികാര വിചാരങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പടച്ചവനെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നീ അതൊന്ന് സ്വീകരിക്കണേ റഹ്മാനേ. പോരായ്മകൾ തീർത്ത് നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ നാഥ, ഈ മജ്ലിസിൽ വന്നുകൂടിയിട്ടുള്ള ഉപ്പമാര്, ഉമ്മമാര്, കാരണവന്മാര്, സുഹൃത്തുക്കൾ, സഹോദരിമാർ, അല്ലാഹുവേ ഞങ്ങളെ അരുമ മക്കൾ, ഈ സ്ഥാപനത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലാഹ് എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരണേ റഹ്മാനേ. പടച്ചവനെ, എല്ലാ വേദനകളും ദുഃഖങ്ങളും തീർക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ നല്ല യോജിപ്പും സ്നേഹവും സമാധാനവും സ്വൈര്യവും നൽകണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. ഭാര്യമാരെ നല്ല സ്വഭാവമുള്ളവരാക്കണേ അല്ലാഹ്. മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. വിദേശത്ത് പോയവരുണ്ട് പടച്ചവനെ, അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ ഈമാൻ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മൂത്താക്കി തരണേ റഹ്മാനേ. ഇവിടെ ഒരുപാട് ലിസ്റ്റുകൾ വായിച്ചു പടച്ചവനെ, എല്ലാം നിനക്കറിയാം. ഇവിടെ ലിസ്റ്റിൽ എഴുതി തന്നവരും അല്ലാത്തവരും ഏതൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുവോ അതെല്ലാം ഈ റമളാനിന്റെ ഇവിടെ ആമീൻ പറയുന്ന ഈ മുത്തല്ലിമീങ്ങളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നീ പരിഹരിക്കണേ റഹ്മാനേ. നരകത്തിന്ന് ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. സ്വർഗത്തിലൊരിടം തരണേ റഹ്മാനേ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട പലരുമുണ്ട് അല്ലാഹ്. അവരുടെയൊക്കെ ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കി തീർക്കണേ റഹ്മാൻ.